സോറി കേട്ടോ, മൈക്ക് ഓഫ് ചെയ്തു. ഹലോ, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട്? എല്ലാരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ടോപ്പിക്സ് നമ്മളെല്ലാരും നോക്കിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് നമ്മുടെ ലൈഫിലുണ്ടാവും ഒരുപാട് വാല്യൂസ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചെന്ന ആളുകൾ ഉണ്ടാവും. നമുക്ക് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ പണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ഇന്ന് മിസ്നെയാണ് നമ്മുടെ സെഷനെ എടുക്കുന്നത്. അപ്പൊ ഞാൻ സെഷൻ എടുക്കാൻ വേണ്ടി മിസ്നെ വെൽക്കം ചെയ്യുന്നു. വെൽക്കം മിസ്ന. താങ്ക് യു ഹർഷി. നഫ്സൽ സർ അല്ലേ അവിടെ? നഫ്സൽ സർ അല്ലേ കേട്ടോ? സാർ ചെറിയൊരു യാത്രയിലാണ്. അപ്പൊ ഞാനാണ് സെഷൻ ലീഡ് ചെയ്യുന്നത്. ഇതിന് മുന്നേ കുറച്ച് 11 പേര് ഇവിടെ ജോയിൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച്. നമ്മൾ യൂണിറ്റ് ടോക്ക് 47 ആണല്ലേ ഇന്ന്. നമ്മളിപ്പോൾ 47 ആഴ്ചകളായി ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയി ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ടായിരുന്നു ഇതില് സ്ഥിരം കാണുന്ന ആളുകളെ കാണുന്നുണ്ട്. എന്തായാലും കുറച്ച് പുതിയ പേരുകൾ കാണുന്നുണ്ട്. എന്തായാലും സന്തോഷം. ഓ, നമ്മൾ ടോപ്പിക്സ് ഇന്ന് ആരെങ്കിലും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് വി ആർ ദി റിഫ്ലക്ഷൻ ഓഫ് ക്വാളിറ്റീസ് അഡ്മയർ എന്നുള്ളതാണ്. നമ്മളൊക്കെ പല ക്വാളിറ്റീസ് നമ്മളെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണ്. നമുക്ക് ഓരോ ക്വാളിറ്റീസ് ഉണ്ട്, ഓരോ വ്യക്തികൾക്കും പല തരത്തിലുള്ളത്. അതൊക്കെ നമുക്ക് പഠിച്ചു വന്ന ഒരു സോഴ്സ് ഉണ്ടാവില്ല എന്തായാലും. ചിലപ്പോൾ നമ്മളെ പാരൻസിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതുണ്ടാവും, ചിലപ്പോൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചതുണ്ടാവും, അതല്ലെങ്കിൽ നമ്മൾ പുറത്താരുടെ അടുത്ത് നിന്നും. അങ്ങനെ നമ്മളെപ്പോഴും നമ്മളെന്തപ്പോൾ ഈ ഒരു വ്യക്തി ഉണ്ടല്ലോ, അത് കുറേ ക്വാളിറ്റീസ് കൂടി ഇന്നല്ലേ. അപ്പൊ ആ ക്വാളിറ്റീസ് നമ്മൾ ആരുടെ നിന്നൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ എന്തൊക്കെ ക്വാളിറ്റീസ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവും എന്നതിലൊക്കെ കുറച്ച് ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഇന്ററാക്റ്റീവ് മോഡിൽ പോകാനുള്ള സെഷനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഞാൻ മാത്രമേ ഇങ്ങനെ ക്ലാസ് എടുത്ത് അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്ന് പോവല്ല. ഇന്ററാക്റ്റീവ് മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അല്ലേ ഇത്. നമുക്ക് നിങ്ങളായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാമല്ലോ. ഇതിന്റെ മുന്നേ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. ആരെയും വീഡിയോ മോഡിൽ കാണുന്നില്ല, മുജീബ് സാറെ മാത്രമേ കാണുന്നുള്ളൂ. വേറെ യാത്രയിലോ മറ്റു തിരക്കിലൊന്നും അല്ല എങ്കിൽ നിങ്ങൾ വീഡിയോ മോഡിൽ വന്നാൽ ബെസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്നും റിമെമ്പർ ചെയ്യുന്ന പോലെ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. നമ്മളെപ്പോഴും ഒരു എം ടി കപ്പായിട്ട് ഇനിയും എന്തൊക്കെയോ അറിയാനുണ്ട്. നമ്മളിവിടെ ഒരിക്കലും നിങ്ങൾക്ക് പുതിയ പുതിയ ഇന്നലെ കണ്ടുപിടിച്ച തിയറിയോ ഒന്നുമല്ല പഠിപ്പിച്ചു തരുന്നത്. നമ്മളിപ്പോൾ അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ ഒന്നിച്ച് അറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തായിരിക്കും. അപ്പൊ അതിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. പിന്നെ ഒരു എന്താ പറയുക, പച്ചയായ മനുഷ്യനായിട്ടിരിക്കുക. ആരെയും ജഡ്ജ് ചെയ്യാതെ ആ കുട്ടി എങ്ങനെയാണ് പറയുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്നൊരു തോട്ട് സെറ്റ് ഇല്ലാണ്ട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുത്ത് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റി കീപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. അത്രയും സിമ്പിൾ ആയിട്ട് പറയാനുള്ളതായിരുന്നു. ഞാനും നിങ്ങളെ പോലെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. കുറെ ഇങ്ങനെ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഇല്ലാണ്. നമുക്ക് എന്തെങ്കിലും സെഷനിൽ എങ്ങനെ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ അതായത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മളൊക്കെ കുറെ ക്വാളിറ്റീസ് നമ്മളെ ലൈഫിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട് പല തരത്തില്. നമ്മളെപ്പോഴും പറയല്ലോ നമ്മളെ ചുറ്റിലുള്ള ആളുകളുടെ ആവറേജ് ആണ് നമ്മൾ എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ ഒരു ക്വാളിറ്റീസ് കണക്ട് ചെയ്തിട്ടല്ലേ പറയുന്നത്. നമ്മളൊക്കെ ഇതിൻ്റെ ഒരു നമ്മളെ ചുറ്റിലുള്ള പാരൻസ്, ടീച്ചേഴ്സ്, ഇല്ല സർ വന്നിട്ടുണ്ട്, താങ്ക് യു സർ. ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വേറെ കുറെ ആളുകൾ, ഇവരൊക്കെ നമുക്ക് എന്തൊക്കെയോ തന്നതിന്റെ ബേസിൽ ഓരോന്നൊക്കെ എന്തൊക്കെയോ കട എടുത്തിട്ട് അല്ലെങ്കിൽ ഓരോന്നൊക്കെ എന്തൊക്കെയോ പഠിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളെന്ന് പറയുന്ന സമയത്ത് നമ്മളെ റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമുക്ക് കാണാൻ പറ്റും. അതിൽ പല തരത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ഉള്ളില് ഈ ചാരിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിറച്ച് നിന്നിട്ടില്ല. മേ ബി ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും. അപ്പൊ എൻ്റെ ഒക്കെ കേസിൽ അങ്ങനെയാണ് വന്നിട്ടില്ല. ഉമ്മന്റെ ഉപ്പയാണ് നമുക്ക് ആ ഒരു സ്വഭാവം ചെറുതിൽ തന്നെ. ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മൾ മക്കളെ കൊണ്ട് കൊടുപ്പിക്കുമായിരുന്നു അവിടെ വരുന്ന ആളുകൾക്ക് പൈസ. അപ്പൊ നമ്മളെ ഉള്ളിലും ആ ഒരു സംഭവം വന്നു, എന്തൊക്കെയോ ആളുകൾക്ക് കൊടുക്കണം എന്നുള്ള തോട്ട്. അതുപോലെ ഓരോ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഓരോ മനുഷ്യരുണ്ടാവും. അപ്പൊ അങ്ങനെ ഉള്ള കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നമ്മളെ ലൈഫിൽ ലീഡ് ചെയ്യാൻ പറ്റുക ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച പോലെ ഞാൻ ഒറ്റക്ക് പറയുന്ന പോകുന്നില്ല. നമ്മൾ ഓരോരുത്തരായി ഓരോ ക്വാളിറ്റീസ് ഒക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും ബെസ്റ്റ് ആവും. ഇന്ററാക്റ്റീവ് മോഡിലാകുമ്പോൾ എനിക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാം. നമുക്ക് ഒന്നിച്ച് എന്താ പറയാ അത് പഠിച്ചു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാന്നില്ല. ഇപ്പൊ ക്വാളിറ്റീസ് പറയുന്ന സമയത്ത് ഞാൻ ഒരിക്കലും പറയുന്നു ഇന്ന വ്യക്തി ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സ്ട്രേഞ്ചർ ആവും നമ്മളൊരു ക്വാളിറ്റി പഠിപ്പിച്ചത്. നമ്മൾ എടുത്തു നോക്കി നമുക്ക് തന്നെ ഇങ്ങനെ ഓർമ്മയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കുറേ മനുഷ്യർ നമ്മളെ ലൈഫിൽ വന്നിട്ടില്ല. ടീച്ചേഴ്സ് വരും, പാരന്റ്സ് വരും, ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവും, നമ്മളെ പാർട്ട്ണർ ഉണ്ടാവും, നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ നമ്മളെ മുന്നിൽ വന്നിട്ടുള്ള ഒരു കച്ചവടക്കാരൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഈ ഒരു ഗുരുവിന്റെ കോട്ടുണ്ടല്ലോ, നമ്മളെ മുന്നിൽ വരുന്ന ഓരോ മനുഷ്യനും നമ്മൾ എന്തോ കാര്യം പഠിപ്പിക്കാനാണ് വരുന്നത്. അപ്പൊ ആ കാര്യത്തിന് നമ്മൾ റിസീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇരിക്കണം. അങ്ങനെയെങ്കിലൊക്കെ ലൈഫിൽ വന്നിട്ടില്ല ഏതെങ്കിലും ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. ഓരോരുത്തരായിട്ട് ഓരോ ആളെ പരിചയപ്പെടുത്താം. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാള്, ആ ആളുടെ ആ ഒരു ക്വാളിറ്റി
ആണ് നിങ്ങൾ അവരെ ഹൈലൈറ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ പാരന്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ആരും ആവാം. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു വ്യക്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും ഇത്. ഇതിന്റെ പർപ്പസ് നേരത്തെ പറഞ്ഞ വെച്ച പോലെ നമ്മളൊക്കെ കുറെ ക്വാളിറ്റീസ് ആവശ്യമുള്ളവരാണ് ഏറ്റവും ബെസ്റ്റ് മനുഷ്യനാവാൻ. അപ്പൊ അതിന് അക്വയർ ചെയ്യാനുള്ള ഒരു സ്റ്റേജ് ആണിത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് ആയിരിക്കും. ആരാണ് ആദ്യം വരുന്നത് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ വാല്യൂ ചെയ്യുന്ന ഒരാളെ പരിചയപ്പെടുത്തുക, ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു ക്വാളിറ്റീസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. ആരായിരുന്നു ആദ്യം? മാം ഞാൻ വരാം. എൻ്റെ പേര് സെലീന. ആ ഓക്കെ, സിലിന മാം പറഞ്ഞു. ഞാൻ എൻ്റെ വല്യപ്പാനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ വല്യപ്പാന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനോടും ദേഷ്യപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല. മരിച്ചുപോയി, 92 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് ഒരു നെഗറ്റീവ് പോലും ഒരു മനുഷ്യന് പറയാനില്ലാത്ത അത്രയും നല്ലൊരു ജീവിതം കാഴ്ചവെച്ച ഒരു- ഒരാളായിരുന്നു. ഒരു നെഗറ്റീവ് പോലും പറയാനില്ലാത്ത ഒരു മനുഷ്യൻ. മാഷാ അല്ലാ. ഒരു മനുഷ്യനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് പോലും കേട്ടിട്ടില്ല. എൻ്റെ ഒരു 16 വയസ്സ് വരെ ഉള്ളൂ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഇപ്പൊ അടുത്തൊരു ദിവസം ഞാനൊരു സാറിനോട് ചോദിച്ച്, നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു വ്യക്തി, നമുക്ക് ആരെ ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് എഴുതാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞപ്പോ എന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ സ്വാധീനിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതിയ എൻ്റെ വല്യപ്പാനെ കുറിച്ചായിരുന്നു. എന്നിട്ട് സാർ ആ ഒരു ക്വാളിറ്റീസ് എന്നോട് എഴുതാൻ പറഞ്ഞു. ഞാൻ കുറെ ക്വാളിറ്റീസ് വല്യപ്പാൻ്റെത് എഴുതി. എന്നിട്ട് സാർ പിന്നെ എന്നോട് ചോദിച്ചത്, ഇതിനകത്ത് നിങ്ങൾക്ക് ഇല്ല ക്വാളിറ്റീനെ ടിക്കിടാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞത് അതിലുള്ള ഒട്ടുമിക്ക ക്വാളിറ്റീസും എനിക്കും ഉണ്ടെന്ന്. മാഷാ അല്ലാ. അതെനിക്ക് ഭയങ്കര എൻ്റെ ഒരു ജീവിതത്തിൽ ഭയങ്കര ഇൻസ്പിറേഷൻ തന്നൊരു സംഭവമായിരുന്നു. കാരണം ഞാനും വല്യപ്പാനെ പോലെ ഒരാളാണോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതായത് മനുഷ്യന്മാരോട് വളരെ കൈൻഡായിട്ട് സംസാരിക്കാന്, അങ്ങനെ എനിക്ക് എൻ്റെ എന്താ പറയാ, നമ്മളെ ഹൃദയത്തിന് തന്നെ ഒരു വിശാലത വന്ന പോലെയായിരുന്നു ആ ഒരു സംഭവത്തിന് ശേഷം. എന്താണ് എനിക്ക് പറയാനുള്ളത്. മാഷാ അല്ലാ. അത് ഏറ്റവും എന്താ പറയാ നമ്മളെ കണക്ട് ചെയ്യുന്ന പലപ്പോഴും നമ്മളിപ്പോഴത്തെ ജനറേഷനിൽ ഇല്ലാത്തൊരു ക്വാളിറ്റി ആയിപ്പോയ ഒരു കാര്യമാണത്. മറ്റുള്ളവരോട് ദേഷ്യം അല്ലെങ്കിൽ അസൂയ, കുശുമ്പ് അങ്ങനത്തെ ഒന്നുമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുപോലെ സ്വീകരിക്കാൻ, എല്ലാവരോടും ഏറ്റവും നല്ലതായി പെരുമാറാൻ പറ്റുക എന്നുള്ള കാര്യം, അത് ആ ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? എന്ത് മാം? എനിക്കും അത് ഭയങ്കരമായിട്ട്, ഞാനും അതുപോലെ ആവാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. ആരോടും ദേഷ്യപ്പെടാൻ, നല്ല എല്ലാ എന്താണോ അതിനനുസരിച്ച് നീങ്ങാനുള്ള ഒരു മെന്റാലിറ്റി വന്നു എനിക്ക്. മനസ്സിലാവും. അതായത് നമുക്കൊക്കെ അഡ്മയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് നമ്മൾ പറയാം. കാരണം ഏറ്റവും ബെസ്റ്റ് ആണത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളെ ലൈഫിൽ അങ്ങനെ നമ്മൾ ലീഡ് ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യനോടും ദേഷ്യമില്ലാതെ, ഒരു മനുഷ്യനോടും പ്രശ്നമില്ലാതെ, നമ്മളിപ്പോൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എല്ലാവരും നല്ല ബന്ധം ഉണ്ടാക്കി സമാധാനം സ്വസ്ഥത പോയി ജീവിതം നയിക്കുക എന്നുള്ളതാണല്ലോ. ഹസ്ബൻഡ് വൈഫ് റിലേഷൻ ആയാലും ഇപ്പോൾ ബോസ് എംപ്ലോയി റിലേഷൻ ആയാലും അപ്പൊ അവിടെയൊക്കെ നമുക്ക് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പൊ സെലിന മാം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിനി അടുത്ത ആരായിരുന്നു വരുന്നത്? താങ്ക് യു മാം. ഇല്യാസ് സർ, മുജീബ് സർ, എന്തെങ്കിലും? ഓക്കെ, എന്നെ സ്വാധീനിച്ച ഒരാളുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് പക്ഷെ എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും ചിലപ്പോൾ. എൻ്റെ ഒരു അധ്യാപകനാണ്. പക്ഷെ അദ്ദേഹം, ഞാൻ പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടല്ല അദ്ദേഹത്തെ കുറിച്ചുള്ളത്. ഒരു അധ്യാപകൻ എങ്ങനെ ആവരുത് എന്നതിനുള്ള ഒരു ഇൻസ്പിറേഷൻ അയാളായിരുന്നു. ഒരു കാരണവശാലും അങ്ങനെ ഒരു അധ്യാപകനായി തീരരുത്. പഠിക്കുന്ന കാലത്ത് ആഗ്രഹിച്ചിരുന്നത് ഒരു അധ്യാപകനാവണം എന്നാണ്. ഒരിക്കലും അയാളെ പോലെ ആവരുത് എന്നുള്ളതായിരുന്നു. അപ്പൊ അയാളിലുള്ള ബാഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് ചെറുപ്പത്തിലേ നമുക്ക് അറിയാം. എന്താ വെച്ചാല് അദ്ദേഹത്തിന് എന്ത് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അത് തീർക്കാറുള്ളത് കുട്ടികളുടെ മേത്താണ്. ക്ലാസ്സിലേക്ക് കയറി വന്നാൽ ആദ്യം കാണുന്നത് ആരെയാണോ, അല്ലെങ്കിൽ ഡെസ്കിൽ നിന്ന് ഇറങ്ങിയത് ആരെയാണോ, അവരെ ആദ്യം അടിച്ചിട്ടേ ബാക്കി ക്ലാസ് തുടങ്ങാറുള്ളൂ. കുട്ടികളെ വിളിക്കുന്ന വാക്കുകൾ ഒക്കെ മോശമായിട്ടുള്ള വാക്കുകൾ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, അധ്യാപകനാവുകയാണെങ്കിൽ ഒരിക്കലും അയാളെ പോലെ ആവരുത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ചില ആളുകളുടെ നന്മകൾ മാത്രമല്ല, ചില ആളുകളുടെ നെഗറ്റീവിലൂടെയും നമുക്ക് പോസിറ്റീവ് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് കൂടിയുണ്ട്. എൻ്റെ ലൈഫിൽ ഞാനൊരു അധ്യാപകനാവുന്ന നേരത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഒരു ഒരിക്കലും ആവരുത് എന്ന് റോൾ മോഡൽ ആക്കിയിട്ടുള്ള ആൾ അദ്ദേഹമായിരുന്നു. അപ്പൊ ആ നിലക്ക് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണെന്ന് പറയാം. That's all. താങ്ക് യു സർ. അത് ഇല്ല സർ പറഞ്ഞൊരു കാര്യമാണ്. നമ്മളെ മുന്നിൽ വരുന്ന ചില മനുഷ്യരെ നമ്മൾ അതാവും പഠിപ്പിക്കുക. എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാലും മറ്റൊരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറരുത്, അത് അവരത്രത്തോളം ഹേർട്ട് ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു കഥയുണ്ടല്ലോ, ഇതൊരു കള്ളന്റെ ഒരു കറക്റ്റ് ഓർമ്മയില്ല, അതിലും ലാസ്റ്റ് ടാഗ് ചെയ്ത് ആരാ ഇത്ര ഞാൻ ഓർക്കുന്നില്ല, അതിൽ ലാസ്റ്റ് ടാഗ് ചെയ്ത് പറയുന്നുണ്ട്, ഒരു കള്ളനാണെങ്കിലും കൊലപാതകിയാണെങ്കിലും കുറ്റവാളിയാണെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ട് എന്നെ പോലെ ആവരുത് എന്നുള്ളൊരു സത്യം.
അപ്പൊ ചില മനുഷ്യർ നമ്മൾ അതിനായിരിക്കും വരുന്നുണ്ടാവും എന്നല്ല നമുക്ക് വിശ്വസിക്കാം. പിന്നീട് നമ്മൾ പാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവരെ നമ്മളെ ലൈഫിലേക്ക് ഒരു എന്താ പറയാ ബെസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിൽ പറഞ്ഞ പോലെ ഇങ്ങനെ ചിലർ നമ്മൾ ആവരുതെന്ന് പഠിപ്പിക്കും. അപ്പൊ എന്റെ ലൈഫിലും ഉണ്ടായിരുന്നു അങ്ങനെ ഒരാള്. ഒരു ടീച്ചർ ഒരു ലൈഫിൽ ഒരു ക്ലാസ്സിൽ ഒരു ഇൻസിഡന്റ് നടന്നു. അതിന്റെ പേരിൽ നമ്മളൊരു ക്ലാസ്സിൽ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അഡ്മയർ ചെയ്തത് ആ കുട്ടീനോട് ഇനി കാര്യങ്ങളൊന്നും ചോദിക്കരുത്, ആ കുട്ടി കള്ളേ പറയൂ എന്നുള്ളൊരു ഇതിലായിരുന്നു. ടീച്ചർ ഒരു തെറ്റിദ്ധാരണന്റെ പേരിൽ ചെയ്തതാണ്. പിന്നീട് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലുള്ള ആ ഒരു കുട്ടിക്കായാലും ഭയങ്കര സങ്കടം. സ്കൂളിൽ ഇവിടെ എന്തോ ടീച്ചേഴ്സ് ഇങ്ങനെയൊക്കെ ഉള്ളതാണോ എന്നുള്ള പഠിപ്പിച്ചൊരു കാര്യമായിരുന്നത്. ടീച്ചേഴ്സിന്റെ കേസിൽ ഇവിടെ ആരെങ്കിലും ഒക്കെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഇല്ലേ സാർ പറഞ്ഞതായാലും നമ്മൾ ഓർത്ത് വെക്കുക, ഒരു മക്കളോട് നമ്മളെ മോശമായിട്ട് പെരുമാറരുത് എന്നുള്ളതും. അപ്പോൾ എല്ലാവരും ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ടീച്ചേഴ്സിന് പലപ്പോഴും സംഭവിക്കുന്ന അറിയാതെ അവർ ചെയ്തു പോകുന്നതായിരിക്കാം അത്. ഏതെങ്കിലും കുട്ടി പറഞ്ഞതിന്റെ ബേസിൽ അവർ ഇങ്ങനെ പ്രസ്താവിക്കും അത്, ഈ കുട്ടി ഇങ്ങനെയാണ്, എന്തൊക്കെ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കുട്ടി കള്ളയെ പറയുള്ളൂ. ചിലപ്പോൾ നമുക്ക് തെളിവൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടില്ലായിരുന്നു. അതും ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് സാർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇജാസ് സർ, നെക്സ്റ്റ് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഇങ്ങനെ ആലോചിക്കാം ആരെക്കുറിച്ച് പറയണോന്ന്. കാരണം ഒരുപാട് ആളുണ്ടായിക്കൊണ്ട് ആരെക്കുറിച്ച് പറയണോന്ന് ഞാൻ ഇങ്ങനെ ഓരോരാള് പറയുമ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുക. കുറെ ആൾക്കാരുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് നമ്മളെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ള ആൾക്കാരാണ് പലരും. പക്ഷെ നമ്മളതൊന്നും ശരിക്കും ഓർക്കുന്നില്ല എന്ന് സത്യം. എന്റെ ലൈഫില് ഒരുപാട് ആൾക്കാരുണ്ട്. മെയിൻ എന്റെ ഉപ്പ തന്നെയാണ്. ഉപ്പ, ഉമ്മ, പാരന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന നമ്മൾ ഏറ്റവും വാല്യൂ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ അതല്ലാണ്ട് ഞാന് എന്റെ ഒരു എക്സ്പീരിയൻസിൽ ഒരാളുണ്ടായിരുന്നു. അതായത് ആള് ചെയ്ത അതായത് ആളിന്ന് എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ ആയിരുന്നു. ഞാൻ ഒരു ദിവസം ഒരു ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ, ഒരു 7 days ക്യാമ്പാണ്. അപ്പൊ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്രൂപ്പ് വൈസ് ആക്കുമല്ലോ നമ്മള്. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് വൈസ് ആക്കിയ സമയത്ത് എന്റെ ഗ്രൂപ്പിലായ ആളുണ്ടായത്. പക്ഷെ ആദ്യത്തെ ഒരു ദിവസം നമ്മൾ ആരും സംസാരിക്കൂലല്ലോ. അങ്ങനെ ഞാൻ ഒന്നും സംസാരിച്ചില്ല. ആ കുട്ടിയാണെങ്കിൽ ഒന്നും അധികം സംസാരിക്കുന്നുണ്ടായിട്ടില്ല. കുട്ടി സംസാരിക്കുമ്പോ തന്നെ ശബ്ദം ഒന്നും അത്ര ക്ലിയർ ആയിട്ടില്ല. ഞാൻ വിചാരിച്ചപ്പോ പല്ലിൽ കമ്പി ഇട്ടതിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ കാണുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോ നമുക്ക് കുറച്ച് പ്രൊജക്ട്സ് ഉണ്ടായതിനു ശേഷം നമ്മളെ രാത്രി ആ പ്രൊജക്ട് എഴുതാൻ വേണ്ടിയിട്ട് വിട്ടു. അങ്ങനെ ഞാൻ പ്രൊജക്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടി എന്റെ സൈഡിലായിരിക്കുന്നത്, നേരെ സൈഡിൽ ഇരിക്കുന്നു. ഞാൻ ഇങ്ങനെ ബാക്കിയുള്ളവരോട് സംസാരിക്കുക. പ്രൊജക്ട് ഒരാൾ ചെയ്യുന്നുണ്ട്, ഞാൻ ബാക്കിയുള്ള കുട്ടികളോട് ഇങ്ങനെ സംസാരിച്ചു കൊടുക്കുമ്പോ ഈ കുട്ടീനെ മേൽന്നൊരു ആള് വിളിക്കുന്നുണ്ടായി, മേൽന്നൊരു കുട്ടി വിളിക്കുന്നുണ്ടായി. അപ്പോ ഞാൻ ഈ കുട്ടീനെ കുറെ പ്രാവശ്യം വിളിച്ചു, എന്റെ സൈഡിൽ തന്നെ ഇല്ലേ. ഞാൻ കുറെ പ്രാവശ്യം ഈ കുട്ടീനെ വിളിച്ചു. പക്ഷെ ഈ കുട്ടി എങ്ങനെ കേൾക്കുന്നില്ല. ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അവളെ ചൊട്ടിയിട്ട് അവളോട് പറഞ്ഞു മേലിൽ നിന്നെ വിളിക്കുന്ന. എന്നിട്ട് ഞാൻ അവളോട് ഒരു ചോദ്യം ചോദിച്ചു, നിനക്ക് എന്താ ചെവി കേൾക്കുന്നില്ലേ? ഞാൻ അവളോട് ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ ഓൾ അതും കേട്ടില്ല. മേളിലുള്ള കുട്ടി എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഓക്ക് ചെവി കേൾക്കൂല. ഞാൻ ഒട്ടാകെ ഡൗൺ ആയിപ്പോയി. കാരണം ആ 3 ദിവസത്തെ ക്യാമ്പിന് ശേഷം ആ ടൈം നമ്മളൊന്ന് സർപ്രൈസ് ആവില്ല. അതായത് നമ്മളൊക്കെ ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് ഇതാക്കുമ്പോ ഞാൻ ആ പറഞ്ഞൊരു വാക്കില്ലേ, അത് എന്നിൽ വല്ലാത്തൊരു റിഗ്രറ്റ് ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ സങ്കടായി. ആ പറഞ്ഞതിലുള്ള ഒരു കുറ്റബോധം. പക്ഷെ ഞാന് 3-ാമത്തെ ദിവസം മുതൽ ആ ഒറ്റ കാര്യം ശ്രദ്ധിച്ചു. അതായത് ആ കുട്ടി ഒന്നിനും പങ്കെടുക്കുന്നുണ്ടായില്ല. ഒന്നിനും എന്ന് വെച്ചാൽ കുട്ടിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്യുമ്പോ കുട്ടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് എനിക്ക് ചെവി കേൾക്കുന്നില്ല വിഷയം കുട്ടി ആരും അങ്ങനെ പുറത്ത് പറയില്ലല്ലോ നമ്മളെ ഡിസബിലിറ്റീസ്. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ആ കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്നെ കൊണ്ട് കഴിയുന്നത്ര ആക്ഷൻസും പിന്നെ അതുപോലെ എന്ത് പറഞ്ഞിട്ട് ഞാൻ അവളോട് ചോദിച്ചു. ഞാനായിരുന്നു ടീം ലീഡർ ഉണ്ടായത്. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ലേ ചോദിച്ചു. ഇതൊന്നുമല്ല, അങ്ങനെ കോമൺ ആയിട്ട് ഞാൻ ഒരു ഡിസബിലിറ്റി ഉള്ള ആൾക്കാരെ നോക്കുന്ന പോലെ അല്ലാണ്ട് സാധാ എല്ലാവരോടും പറയുന്ന പോലെ ചെയ്തു. ലാസ്റ്റ് ദിവസത്തിന്റെ രാത്രി ആ കുട്ടി വന്നു. ആ കുട്ടി വന്നിട്ട് എന്റെ അടുത്ത് ഇരുന്ന് ഞാൻ കോമൺ ആയിട്ട് ഇങ്ങനെ സാധാ പോലെ സംസാരിക്കുക. പെട്ടെന്ന് ആ കുട്ടി കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഓള് സംസാരിക്കുന്നില്ല, ഓൾക്ക് കരഞ്ഞിട്ട് സംസാരിക്കാത്തില്ല. ഓളെ ചങ്ങായി എന്നോട് വന്നിട്ട് പറഞ്ഞു, ആ നീ ഇങ്ങനെ ചെയ്തിനല്ലേ, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്താലല്ലേ നമുക്ക് മനസ്സിലാവും. നമ്മ സാധാ ആൾക്കാരോട് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവിടെയും ചെയ്തിട്ടുള്ളൂ. പക്ഷെ കുട്ടി കരഞ്ഞു. കുട്ടി പറഞ്ഞൊരു കാര്യം, അതായത് ഓളെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഓള് പറഞ്ഞു ഓള് ആ 2-ാമത്തെ 3-ാമത്തെ ദിവസം തന്നെ ഓള് പറഞ്ഞതാണ്, എനിക്ക് ഇവിടെ ഒട്ടും പറ്റുന്നില്ല, ഞാന് വീട്ടിലേക്ക് തന്നെ പോകാൻ പോയത്. കരഞ്ഞിട്ടല്ല ഉറങ്ങിയത്. അതിനുശേഷം
നീ ഇങ്ങനെ ചെയ്തു, അതായത് ഓൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് മനസ്സിലായോ, ആക്ഷൻസ് ഒക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം ഓൾക്ക് ഈ ക്യാമ്പ് തന്നെ ഒന്ന് രസമായിരുന്നു എന്നുള്ള ഒരു ചിന്ത. അപ്പൊ ഞങ്ങക്ക് വേറെ ഒന്നും വേണ്ട. എനിക്കാണെങ്കിൽ ഇങ്ങനെ കരച്ചില് വരുന്നുണ്ട്, ഞാൻ കരയുന്നുമില്ല. ഇവളാണെങ്കിൽ മുമ്പിലിരുന്ന് കരയാ. ഞാന് സദാപോലെ ഇവളെ വിളിച്ചിട്ട് ഒറ്റ കാര്യം ഞാൻ പറച്ചില്ലു, ഞാന് നിന്നെ അങ്ങനത്തെ ഒരു രീതിയിൽ കണ്ടിട്ടില്ല. അതായത് ചെവി കേൾക്കുന്നില്ല ഒരു ഡിസബിലിറ്റി ആയിട്ടല്ല ഞാൻ കണ്ടത്. ബാക്കി എത്ര കുട്ടികളാണോ നമ്മൾ കാണുന്നത്, എത്ര മനുഷ്യന്മാരെയാണ് നമ്മൾ കാണുന്നത്, അതിലൊരു മനുഷ്യൻ മാത്രമാണ് അവര്. നമ്മൾ പലരും ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ് അത്. അതായത് ഡിസബിലിറ്റീസ് ഉള്ള ഒരാളെ കാണുമ്പോൾ നമ്മൾ ഓവറായിട്ട് അവർക്ക് പരിഗണന കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പല ആൾക്കാരും അത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് സത്യം. അതായത് ചില ആൾ പറയുന്നിട്ടില്ല, നീ എന്താ കൂട്ടത്തിൽ പോകാതെ, അത് അവര് എന്റെ ഡിസബിലിറ്റി കണ്ട് എന്നെ ആ രീതിയിലേക്ക് ഇതാക്കും എന്ന് പറയുന്ന പോലെ. അങ്ങനെയല്ല നമ്മൾ ശരിക്കും ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അവർ സാധാരണ നമ്മൾ ആരെ കാണുന്നതാണോ അതുപോലെ അവരെ കെയർ ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോ ആ ഒരു പേഴ്സണാണ് എന്റെ ജീവിതത്തിൽ വലിയൊരു വാല്യൂ തന്നിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത്. മാഷാ. ആ എക്സാമ്പിൾ ആരെങ്കിലുമൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാ, അതായത് ഒരു പരിചയമില്ലാണ് നമ്മളൊക്കെ ഇപ്പൊ ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ, നമുക്ക് അറിയുന്ന ഒരാളെ അല്ലെങ്കിൽ നമ്മളെ ലൈഫിൽ ഇങ്ങനെ ഡേ ടു ഡേ ആയി നമുക്കൊരു കണക്ഷൻ ഉള്ള ഒരാളായിരിക്കും നമ്മള് ഒരു ക്വാളിറ്റീസ് ആയി അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ ഇജാസോട് ഷെയർ ചെയ്ത എക്സ്പീരിയൻസിൽ ആളറിയാത്ത ഒരാള് നമ്മളൊക്കെ ആ ഒരു ക്യാമ്പിൽ ആ കുട്ടിയുടെ ഒരു മുഖത്തിലേക്ക് പോയി. ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, നമ്മൾ പലരും പല ചിന്തകളിലേക്ക് നിങ്ങൾ ഈ കാര്യം പറഞ്ഞ സമയത്ത് പോയി. ഒരു ക്വാളിറ്റി മാത്രമേ നിങ്ങളവിടെ ശേഷം സ്റ്റോറിയിലൂടെ പറഞ്ഞ സമയത്ത് ഇപ്പൊ നമ്മളൊക്കെ ആയാലും ഡിസേബിൾ ആയിട്ടുള്ള മക്കളെ ഇങ്ങനെ കൺസിഡർ ചെയ്യരുത്. അവർക്ക് വേണ്ടത് ഒരിക്കലും സിമ്പതി അല്ല, എമ്പതിയോട് കൂടി നമ്മൾ അവരെ കൂടെ നിന്ന് കാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള സംഭവമാണെന്നില്ല. അത് നമ്മളെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുമായിരുന്നു. നമ്മൾ ഈ സെഷൻ വെക്കുമ്പോൾ അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഓരോ ആളുകൾ പറയുന്ന സമയത്ത് നമ്മളെ ഉള്ളിലേക്ക് അത് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ഇംപ്രന്റ് ആവാൻ വേണ്ടിയിട്ട്. ഈ കാര്യം നമ്മളെ കോളേജിൽ ഒരു കുട്ടി ഈ അടുത്ത് NSSന്റെ കാര്യങ്ങളും അങ്ങനെ സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു, ഞാൻ NSSന് ആദ്യം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ചെറിയ നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ നമ്മളെ സെക്രട്ടറി ആയിട്ടുള്ള കുട്ടി പറഞ്ഞു അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആ കുട്ടി നമ്മളെടുത്തതാ പറഞ്ഞത്, ഇന്ന ആരും എനിക്ക് അങ്ങനെ നോക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ നിങ്ങളെ പോലെയാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്താൽ മതി എന്നുള്ളത്. നമ്മളെ CH മാരിയത്തിന്റെ ഒരു ആത്മകഥയുണ്ട്, കാലം വായിച്ച കാൽപ്പാടുകൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മലപ്പുറം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലൈബ്രറിയനായി വർക്ക് ചെയ്യുന്ന ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു ലൈഫ് സ്റ്റോറി ഉണ്ട്, പറ്റുന്നവരൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. നമുക്ക് എപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്തൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയും കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈഫിൽ ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പ്രതീക്ഷ കാണാം. നമ്മള് ഗുരു നിത്യ ചൈതന്യതി എന്ന ഒരാളുണ്ടല്ലോ, മരിച്ചുപോയൊരു ഗുരുവാണ്. അവരും മാര്യത്തിനെ കുറിച്ച് എഴുതിയിട്ടുള്ള അതാണ്, എപ്പോഴും ദീപം കൊണ്ട് നടക്കുന്ന പെൺകുട്ടി എന്നുള്ളതാണ്. അപ്പൊ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബുക്കാണ് ജസ്റ്റ് പറഞ്ഞ. അപ്പൊ ആ ബുക്കിൽ അവരും പറയുന്ന കാര്യം ഇതാണ്, സ്പെഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട, നിങ്ങളെ പോലെ നിങ്ങളുടെ ഒരാളായിട്ട് നിൽക്കാനാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം എന്നുള്ള കാര്യം. എന്തായാലും താങ്ക് യു സോ മച്ച്. ഏറ്റവും ബെസ്റ്റായി നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള മനുഷ്യരായാലും ഈ ഒരു കാര്യങ്ങൾ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഇൻഷാ അല്ലാ. വേറെ നമ്മളിത് സെഷൻ ഇങ്ങനെ തന്നെയാണ് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓരോരുത്തർക്കും നിങ്ങളെ ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. നിങ്ങളെ ലൈഫിൽ എല്ലാ ഒരു അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായി കാണുന്ന ഒരാളുടെ ഒരു ക്വാളിറ്റി മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു കാര്യം. ഷഫീഖ് സർ, ഇനി പേര് വിളിക്കണോ? സഫാന മാം, സമ്മ സർ, മുനീറ മാം, സുഹറ മാം, ആർക്കെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ആരും ആവാട്ടോ, നമ്മളെ ടീച്ചേഴ്സ് ഫ്രണ്ട്സ് അങ്ങനെ ആവണമെന്നില്ല. നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ, ഇത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനി ആർക്കും പരിചയപ്പെടുത്താനൊന്നുമില്ല. നിങ്ങളെ ക്വാളിറ്റീസ് ഒക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയതാ, വെറുതെ ചോദിച്ചു കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും? ആരെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ വരുന്നേ? അതിന്റെ താത്തന്നെ വന്നിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. കേൾക്കാം. എനിക്ക് പറയാനുള്ളത് എൻ്റെ കോളേജിൽ ഡിഗ്രി പഠിപ്പിച്ചൊരു സാറിനെ കുറിച്ചിട്ടാണ്. സാറ് നല്ലോണം പഠിപ്പിക്കുവാണ്. സാറല്ല, മിസ്സാണ്.
മിസ് നല്ലോണം പഠിപ്പിക്കും, നല്ല തമാശയാണ്. പക്ഷെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് പോവുക, ചോദ്യം ചോദിക്കല് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്കത് മാം ഇന്നെടുത്തത് പിറ്റേ ദിവസം എത്ര വൈകിട്ടാണെങ്കിലും അന്ന് എന്താണെങ്കിലും മാം ക്ലാസ് കയറിണ്ടെങ്കിൽ എന്തായാലും അത് നമ്മളെ കൊണ്ട് പറയിപ്പിക്കും, എവിടെയാണ് തുടങ്ങിയത് എവിടെയാണ് അവസാനിപ്പിച്ചത് എന്നൊക്കെ. നമുക്ക് അപ്പൊ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷെ നമ്മൾ എക്സാമിന്റെ സമയത്ത് പറയാറുണ്ട്, ആ മാം എടുത്ത പോയംസ് എസ്സേകളൊക്കെ കറക്റ്റ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് കറക്റ്റ് ആക്കി ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആ ആൻസർ ഇങ്ങനെ വരും. അത് ആൻസർ ചെയ്യണമെങ്കിൽ അധികം മാർക്ക് നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ മാമിന്റെ ഒരു ക്വാളിറ്റി ആണത്. മറ്റുള്ള കോളേജിലത്തെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് വരുമ്പോഴൊക്കെ മാം ഓക്കെയാണ്, പക്ഷെ ക്ലാസ് കയറിയ മാമിന്റെ റൂട്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ എപ്പോഴും പറയലുണ്ട്, ആദ്യമൊക്കെ നമുക്ക് കോളേജ് ലൈഫിൽ അങ്ങനെ ഒരു മിസ് എന്ന് പറയുമ്പോൾ ഇതെന്ത് ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ തോന്നും. പക്ഷെ പിന്നെയാണ് അതിന്റെ ഒരു ഇത് മനസ്സിലാക്കിയത്. ഇപ്പൊ ഞങ്ങൾ ജൂനിയേഴ്സ് ആണെങ്കിൽ ഇപ്പോഴും അവിടെ കോളേജ് പഠിക്കണേ. ഇപ്പൊ മിസ് അവിടെ നിന്ന് കഴിഞ്ഞ വർഷം ഇറങ്ങി. അപ്പൊ ചില കുട്ടികൾ പറയുന്നുണ്ട്, മിസ് പോയത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണെന്ന്. ഞങ്ങൾക്കും അതാ പറയാനുള്ളത്. മിസ് ആ കോളേജിൽ നിന്ന് ഇറങ്ങിയത് വലിയ നഷ്ടം തന്നെയാണ് മിസ്സിനെ പഠിപ്പിക്കണ കുട്ടികൾക്ക്. നമുക്ക് ഫസ്റ്റ് ഒക്കെ അത് ഭയങ്കര വെറുപ്പാണ്. കാരണം എന്നും വന്ന് ക്ലാസ്സിന്റെ പുറത്തിറങ്ങിയ ആളൊക്കെയാണ്, പക്ഷെ ക്ലാസ് കയറിയാൽ പിന്നെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കുക, ചോദ്യം ചോദിക്കുക, ഭയങ്കര ഇതിലാണ് പോവുക. പക്ഷെ മിസ്സിന്റെ സ്ട്രാറ്റജി എന്താ ഞങ്ങൾ പറയലുണ്ട്, നമ്മള് ടീച്ചർ ആവുന്ന സമയത്ത് മിസ്സിനെ പോലെ ആവാൻ നോക്കണം എന്നുള്ളത്. ക്ലാസ്സിൽ എങ്ങനെയാണെങ്കിലും പുറത്തിറങ്ങിയ മിസ് ഭയങ്കര കമ്പനിയാണ്. ഒരുമിച്ച് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കുക, പുറത്തു പോകാനൊക്കെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് കോളേജിൽ ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പളിലേക്ക് ചെറിയ ഇളവൊക്കെ വാങ്ങി തന്നിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഒരു ബിസിനസ്സും കൂടെയാണ്. പക്ഷെ മിസ് ക്ലാസ് കയറിയാൽ പിന്നെ ഒരു തമാശ നമുക്ക് അവിടെ ഇല്ല. അവിടെ കറക്റ്റ് ആയിട്ട് നമ്മൾ ക്ലാസ് എടുക്കുക, പോവുക എന്നുള്ളൊരു ഇതാണ്. അപ്പൊ മിസ്സിനെ കണ്ട് ഞങ്ങൾ എപ്പോഴും പറയും, നമ്മൾ എന്തെങ്കിലും കാലത്ത് ടീച്ചർ ആവുന്ന സമയത്ത് മിസ്സിന്റെ ആ ഒരു ക്വാളിറ്റിയും കൂടെ നമ്മൾ കൊണ്ടുപോകാൻ പോകണം എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ടായിരുന്നു. ഇപ്പോഴും മിസ്സിനെ മെസ്സേജ് അയക്കുന്ന സമയത്തൊക്കെ മിസ് റിപ്ലൈ ഒക്കെ തരും, ഒക്കെ ഓക്കെയാണ്. അപ്പൊ മിസ്സിന് ഭയങ്കര ഒരു ഇതായിട്ട് ലൈഫിൽ ഉണ്ടായിരുന്നു. ഇനി വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇതിപ്പോ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ഒക്കെ വരില്ലേ, അതിന്റെ ഭാഗമായിട്ട് നമുക്കൊരു സെഷൻ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നില്ല. വെറുതെ പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും? മുനീറ മാം, സഫാന മാം, മുജീബ് സർ, സുഹറ മാം, ദൗലത് മാം, എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുള്ളതുണ്ടോ? ആർക്കെങ്കിലും ഒക്കെ കണക്ട് ചെയ്ത സ്റ്റോറീസോ, അല്ലെങ്കിൽ നിങ്ങളെ ലൈഫിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യം ചിലപ്പോൾ വായിച്ചിട്ടൊക്കെ ആയിരിക്കും. ചില ബുക്കിൽ നിന്ന് ചില ക്വാളിറ്റീസ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇല്ലല്ലോ. നമുക്ക് പോവാം. അപ്പൊ നമ്മളിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. വളരെ ഇപ്പൊ കുറച്ച് ക്വാളിറ്റീസ് നമ്മളിങ്ങനെ പറഞ്ഞു പോയപ്പോൾ നമ്മളെ മനസ്സിലൊക്കെ പല സംഭവങ്ങൾ വന്നിട്ടുണ്ടാവും. അതാണ് എക്സ്പീരിയൻസ്. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും ബെസ്റ്റ് ഗുണം. നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കും, പിന്നെ അറിയാതെ ചിലപ്പോൾ നമ്മൾ അത് അഡോപ്റ്റ് ചെയ്യും നമ്മുടെ ലൈഫിലേക്ക്. ഇപ്പൊ ഇതിൽ പറഞ്ഞല്ലോ, ജസ്റ്റ് പറഞ്ഞല്ലോ, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ലേബിൾ ആയിട്ടുള്ള എങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആ ഒരു കേട്ട സമയത്ത് നമ്മൾ പഠിക്കായിരുന്നു. നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള നമുക്ക് റിമൈൻഡർ ആയിരുന്നു അത്. ഇപ്പൊ ഇല്ലാസാര് പറയുന്ന സമയത്തായാലും മുർഷി പറഞ്ഞ സമയത്തായാലും ഒരു ടീച്ചർ എങ്ങനെ ആവണം എന്നും ഒരാൾ ആവണം എങ്ങനെയാണെന്ന് പറഞ്ഞത് മറ്റേയാൾ ആവരുത് എന്ന് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തിട്ടില്ലേ. അപ്പൊ നമ്മളെ ഉള്ളിൽ ഒരു ടീച്ചർ എപ്പോഴെങ്കിലും ഉണരുകയാണെങ്കിൽ എന്തായാലും നമ്മൾ അറിയാതെ പോയി നമ്മളെ ഉള്ളിൽ ഇത് കയറിയിട്ടുണ്ടാവും. ഏറ്റവും ബെസ്റ്റ് ടീച്ചർ ആവാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാതിരിക്കണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നില്ല. അപ്പൊ മുർഷി പറഞ്ഞ കാര്യം, നമ്മളെ കോളേജിലൊക്കെ ഇപ്പം പലപ്പോഴും നമ്മളൊക്കെ ദേഷ്യപ്പെടുന്ന ഒരു ടീമായിരിക്കും അത്. ക്ലാസ്സിൽ കയറി പഠിക്കുന്ന, എല്ലാവരും വന്ന് ക്ലാസ് എടുക്കുന്ന, നമുക്ക് ഇഷ്ടമാവില്ല. പക്ഷെ എക്സാമിന്റെ സമയത്ത് ശരിക്കും അവരെ വാല്യൂ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവുക. എന്തായാലും അത് അങ്ങനെയുള്ള ടീച്ചർമാരായിട്ട് നമുക്ക് മാറാൻ പറ്റട്ടെ. പിന്നെ അതിന്റെ അപ്പുറത്ത് വൈബും കൊടുക്കുന്ന ഏറ്റവും നല്ല ടീച്ചർ ആവാൻ പറ്റട്ടെ എന്ന് പറയുള്ളൂ. ഇപ്പോഴത്തെ ജനറേഷനായി നമുക്ക് കണക്ട് ചെയ്തിരിക്കണമെങ്കിൽ ഇപ്പൊ നേരത്തെ ഉള്ള കുറച്ചുകൂടെ ക്വാളിറ്റീസ് ഉണ്ടല്ലോ ടീച്ചർ പുറത്ത് കാണിക്കുന്നത്, അതും കൂടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സംഭവമാണല്ലോ. അപ്പോ നമ്മളിവിടെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്ത് പോയി. അപ്പൊ എന്റെ ലൈഫിലും ഇതുപോലെ ചില ക്വാളിറ്റീസ് പഠിപ്പിച്ച ഒരു അധ്യാപകനുണ്ട്. ഞാൻ കഴിഞ്ഞ സെഷനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളെ കുറിച്ച്. അനൂഫ് പരവന്നൂർ എന്ന്. സാറെ ഞാൻ കണക്ട് 10ാം ക്ലാസ്സിലാണ്. വീണ്ടും സ്റ്റോറി റീക്രിയേറ്റ് ചെയ്ത് പറയുന്നില്ല. ആളാണ് നമ്മൾ ഒരു പണത്തിനപ്പുറത്തേക്കായാലും സമയത്തിനപ്പുറത്തേക്കായാലും നമ്മൾ മനുഷ്യരെ കൺസിഡർ ചെയ്യണം. ഒരാളെ കേൾക്കുന്നതിന് നമ്മളൊക്കെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നില്ല എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ ഒരാളെ കേൾക്കുന്നതിന് അല്ലെങ്കിൽ ഒരാൾക്ക് നമുക്ക് ചിലപ്പോൾ ഒന്ന് ഹായ്ക്കോ ഹലോക്കോ ആയിരിക്കും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ടാവുക. അതിൻ്റെയൊക്കെ ബേസിക് റീസണ് അനൂപ് സാറായിരുന്നു. സാർ എനിക്കൊരു ആവശ്യം വന്ന സമയത്ത് എപ്പോഴും അവൈലബിൾ ആയിരുന്നു സാർ. ഞാൻ എന്ത് പ്രശ്നം ചിലപ്പം കേൾക്കുന്ന ഒരാൾക്ക് ആണെങ്കിലും പക്ഷെ സാർ എന്നെ കേൾക്കാൻ റെഡിയായിരുന്നു. ഞാൻ ആ പറയുന്ന പ്രശ്നത്തിന് അക്സെപ്റ്റ് ചെയ്ത് അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ തരാനായിട്ട്. ഞാൻ ആലോചിക്കലുണ്ട്, ഞാൻ ആരെ പ്രശ്നം ചിലപ്പം കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഇത് ചെറുതല്ലേ,
ഇതിങ്ങനൊക്കെ നമ്മൾ സൊല്യൂഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നില്ല. പക്ഷേ അത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്, അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് എന്നെ പഠിപ്പിച്ചില്ല സാറായിരുന്നു. അതുപോലെ ഒരു മിസ്സും ആയിരുന്നു, മൊഹീറ മിസ് എന്ന് പറയും. ഞാൻ എവിടെ സെഷൻ എടുക്കുകയാണെങ്കിലും ഇവരെ കുറിച്ച് അറിയാതെ പറഞ്ഞു പോകാറുണ്ട്. ഇന്ന് സെഷൻ എടുത്തപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നിട്ടില്ലേന്നു ഒരു രണ്ടുപേരെയും പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ പറയണം, പക്ഷെ അറിയാതെ വന്നു പോകുന്നതാണ്. ഇപ്പോഴും മിസ്സിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഇപ്പോഴും നമ്മൾക്ക് മിസ്സിന് എൻ്റെ കുട്ടികൾ എന്ന് പറയും. പുറത്തുനിന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാലും അല്ലെങ്കിൽ ആരുടെയും ഒക്കെ സ്റ്റാറ്റസിൽ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് അയക്കും, എൻ്റെ കുട്ടികൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും കോളേജിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഉഷാറായി പോകുന്നില്ല, നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ആവശ്യം ഉണ്ടാവുന്നില്ല. +2 പഠിപ്പിച്ച മിസ്സായിരുന്നത്, ഇപ്പൊ ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി. ആ കണക്ഷൻ ഇപ്പോഴും ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ പിന്നിലാണ് പഫ്സിൽ ഷെയർ. നിങ്ങൾക്ക് ചിലപ്പോ നമ്മുടെ സെഷൻസിൽ സ്ഥിരമായി കയറുന്നവർക്ക് അറിയുന്നുണ്ടാവും. സാർ ഒരു ക്വാളിറ്റി, സാർ എല്ലാവരും ഒരേ വേല ട്രീറ്റ് ചെയ്യും. ഒരിക്കലും ഒരു ജാടാന്നോ ഞാനൊരു കോച്ചാണെന്നുള്ള സംഭവം മാറ്റി വെച്ചിട്ടാണ് എവിടെയും സാർ ഇറങ്ങാറുള്ളത്. നമ്മളെ പ്രോഗ്രാംസിന് വന്നവരൊക്കെ ഹൈലൈറ്റ് ചെയ്തൊരു പറയുന്ന കാര്യമാണ് സാർ ഹോസ്പിറ്റാലിറ്റിനെ കുറിച്ച്. സാർ ഭയങ്കര കൺസേൺ ആണ് തന്റെ മുന്നിൽ വരുന്ന ആൾക്കാർ ഏറ്റവും ബെസ്റ്റായി ട്രീറ്റ് ചെയ്യണമെന്നില്ല. ആ ഒരു കാര്യം ഞാൻ സത്യസന്ധമായി പറയുന്നത്, സാർ അടുത്താണ് അത്ര പഠിച്ചിട്ടുള്ളത്. നമ്മളൊക്കെ ഈ ഏജിലാവുമ്പോൾ പല ഈഗോസ് വരും, അല്ലെങ്കിൽ നമ്മളൊക്കെ ഓരോട് ഇത്രയൊക്കെ കാണിക്കണോ, ഒരു കമ്മലോട് ചെയ്താൽ പോരെ, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വരുമല്ലോ. അതൊന്നും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ഇല്ല. ഒരാൾക്ക് ഏറ്റവും അവൈലബിൾ ആവുക നമ്മൾ, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഏറ്റവും ബെസ്റ്റായി കൈൻഡായിട്ട് നിൽക്കുക എന്നുള്ളത് പഠിപ്പിച്ചിട്ടില്ല സാറാണ് അഫ്സൽ സാർ. ഞാൻ സാർ അടുത്ത് ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് ഇത്രയും ഡൗൺ ടു എർത്ത് ആവാനും പഠിപ്പിച്ചിട്ടില്ല സാറാണ്. നിങ്ങൾ സെഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടാണോ സാർ ഓരോ ആളുകളും ഓരോ പേര് വിളിച്ചിട്ടാണോ ചെയ്യല്. നമ്മളെടുത്തായാലും പറയല് മിസ്ന, നമ്മളെ കണക്ട് ചെയ്യുന്നത് ആരായാലും അവർക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അവർക്കൊരു പരിഹാരം വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് അവൈലബിൾ ആവുള്ളൂ. അവിടെ നമ്മൾ കുറെ ബിസി ഉണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് പാർട്ടിസിപ്പൻസിന് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അങ്ങനെ തോട്ടൊന്നും ഒരിക്കലും വെക്കരുത്. നിങ്ങൾ നമ്മളെ മുന്നിൽ വരുന്ന ആളുടെ ആവശ്യം ഏറ്റവും ബെസ്റ്റായിട്ട് നിറവേറ്റി കൊടുക്കാന്നില്ല. നമ്മൾ വേറൊരു വേർഷനിൽ പറയുന്ന കാര്യമാണ്, നമുക്ക് വിജയിക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മളെ മുന്നിലുള്ള ഇടങ്ങേറിലുള്ള അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന മനുഷ്യനെ വിജയിക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ക്വാളിറ്റീസ് ഞാൻ പറയുന്നത് ഇപ്പോഴും എൻ്റെ ലൈഫിൽ ഹോൾഡ് ചെയ്യാൻ സാറെ വൈഫും സന ചിലർക്ക് അറിയുന്നുണ്ടാവും, ആളും ഇതേ ക്വാളിറ്റിയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് പോകണം, 2 സമയം മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇപ്പോഴും നല്ലൊരു കണക്ഷൻ ഉണ്ട് നമുക്കിടയിൽ. ഒരിക്കലും അവരെ വൈഫിനെ നമ്മൾ മീറ്റ് ചെയ്യുന്ന സമയത്തായാലും നമുക്ക് ആദ്യമായിട്ട് കാണാന്നുള്ള ഫീല് വരില്ല. അവിടെ എല്ലാവരും ഒന്നാണ്, എല്ലാവരും കണക്ഷൻ ആയിട്ട് എന്തോ ഒരു ബെസ്റ്റ് സാധനം നമുക്ക് രണ്ടുപേരും തരാറുണ്ട്. സാറായാലും വൈഫായാലും പക്ഷെ അല്ല അവർക്ക് എപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ ജസ്റ്റ് സിംപ്ലിസിറ്റി അല്ലെങ്കിൽ കൈൻഡ് ആവുന്ന കാര്യം അവരാണ് പഠിപ്പിച്ചിരുന്നില്ല പറഞ്ഞായിരുന്നു. പിന്നെ നമ്മളിപ്പോ ഇങ്ങനെ പോകുന്ന സമയത്ത് എനിക്ക് ബ്രദറും ഇതുപോലെ സംഭവം പാസ് ചെയ്ത ഒരാളായിരുന്നു. എന്ത് ലൈഫിൽ വന്നു കഴിഞ്ഞാലും ഒരു 10 സെക്കൻഡ് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്താൽ മതി എന്നില്ല. അപ്പൊ ഞാനൊക്കെ ഒരാളത് കമന്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ കുറെ ആലോചിച്ചിരിക്കും. എന്നാലും ഒരെന്തിനാവും അത് പറഞ്ഞിട്ടുണ്ടാവുക, അവർക്ക് എന്നെ കുറിച്ച് അങ്ങനെ പറയണം, ഇപ്പൊ എന്റെ ഭാഗത്തുള്ള തെറ്റാണോ ഓല ഭാഗത്തുള്ള തെറ്റാണോ, അങ്ങനെ ചിലപ്പോൾ ഓരോ ഭാഗത്തേക്ക് നെഗറ്റീവായിട്ട് ചിലപ്പോൾ നമ്മളെ സെൽഫിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിക്കും. അപ്പൊ അവൻ എപ്പോഴും പറയുന്ന കാര്യമാണത്, ആ സമയത്തേക്ക് അത് മതി. ഒരാ കമന്റ് പറഞ്ഞു നമുക്കതൊന്ന് നല്ലതുണ്ടെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വിടാം. നമ്മൾ ഈ നെവർ എവർ ഗീവ് അപ്പ് എന്ന് പറയല്ലോ, എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും വിട്ടുകൊടുക്കരുത്. അതിന്റെ അപ്പുറത്ത് വരുന്ന വേറെ തിയറിയാണ് എവറിഥിങ് ഹാപ്പൻസ് ഫോർ എ ബ്ലെസ്ഡ് റീസൺ നമ്മൾ പറയലുണ്ട്. എന്ത് നമ്മുടെ ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിന്റെ പിറകിൽ ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുന്നില്ല. എന്നെ കഴിഞ്ഞ സെഷനിലും പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പം ഉപ്പക്ക് വയ്യാതായ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഉപ്പക്ക് ഗൾഫിൽ പോയി വയ്യാതായി, അവിടെ അതായത് നാട്ടിൽ വന്നു, നാട്ടിൽ നിന്ന് തിരിച്ചു പോയതാണ് 1 വർഷത്തെ ലീവിന് ശേഷം. 7 ദിവസം പോയി 7-ാം ദിവസം ഇപ്പൊ പണിക്ക് കയറിയ ഫസ്റ്റ് ദിവസം അവിടുന്ന് തല ഇറങ്ങി വീഴുമായിരുന്നു. പിന്നെ നമ്മൾ ബോധമില്ലാതെ പോയിരുന്നു 21 ദിവസത്തിന്റെ അടുത്ത്. ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും ഡൗൺ ആയി അല്ലെങ്കിൽ പോകുന്നൊരു സമയം. അപ്പോഴും ഞാൻ കാക്കനെ കണ്ടത് അങ്ങനെയായിരുന്നു. മോൻ വീട്ടിൽ ഒറ്റ മോനാണ്, നമുക്ക് ടെൻഷൻ അടിക്കണമെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇനി ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എങ്ങനെ ഞാൻ ഫാമിലിനെ ലീഡ് ചെയ്യും. വലിയ ഏജ് ഒന്നും ആയിട്ടില്ല, ആൾക്ക് 24-25 ആ ഒരു ഏജിലുള്ളതാണ്. കുറെ ടെൻഷൻ അടിക്കും. പക്ഷെ അപ്പോഴും ഓക്കെ ആയിരുന്നത്. ഇപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തോ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ചിരിക്കാറുണ്ടായിരുന്നു. ഞാനൊക്കെ ഇമോഷൻ, ഈ സന്തോഷം സംഭവങ്ങളൊക്കെ ലൈഫിൽ നിന്ന് പറ്റി നമ്മൾ മറക്കി വെക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ടാവുമല്ലോ, അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങളെ ലൈഫിലൊക്കെ എന്ത് വരുമ്പോഴും ചിരിച്ച് കളിച്ച് അങ്ങനെ ആവണം എന്നുള്ളത് പറഞ്ഞതല്ല. ലൈഫിൽ വരുന്ന സമയത്ത് അതിനൊരു ഇമ്പോർട്ടൻസ് ഒരു കുറച്ച് സമയത്തേക്ക് കൊടുക്കുക. നമ്മളൊരിക്കലും പ്രസന്റ് മൊമെന്റിനെ മറന്നിട്ട് കുറെ കാര്യങ്ങൾ പ്രസന്റ് മൊമെന്റ് മറന്ന് ജീവിക്കരുത് എന്നില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാവും, അത് വെച്ച് മുന്നോട്ട് പോകാൻ ഞാൻ എവിടെ പറയും ബ്രദറിന്റെ ലൈഫിൽ ഓൻ എപ്പോഴും ഇപ്പൊ ഞാൻ എന്ത് വരുന്ന സമയത്തും നമുക്ക് ഓടി ചെല്ലാനുള്ളതോ ഓനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതറിയാം. അങ്ങനെയാണ് എന്ത് കാര്യം എടുക്കല്. ചിലപ്പോൾ ആ ഉള്ളിൽ കുറെ സങ്കടങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് മറ്റൊരു മനുഷ്യന് ആ ഒരു സങ്കടത്തെ പാസ് ചെയ്യുന്ന കാര്യം അവന്റെ കയ്യിൽ ഉണ്ടാവലില്ല. അത് പറഞ്ഞതാണ് നമ്മളൊക്കെ പറ്റുകയാണെങ്കിൽ ലൈഫിൽ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളൊക്കെ ലൈഫിൽ വരുന്ന സിറ്റുവേഷൻസ് എന്താണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ഒരു സമയത്ത് മൂവ് ഓൺ ചെയ്യാം. അതിനെ കുറെ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ
ഇനിയിപ്പോ ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞില്ല, ഒരു കമന്റ് ആണെങ്കിലും അവർക്ക് നമ്മളെ മുന്നിലുള്ള ആളുകൾ ചിലപ്പോൾ കമന്റിന്റെ കേസിലാണ് പറഞ്ഞത്, അവരെന്തെങ്കിലുമൊക്കെ ഇമോഷൻസിലൂടെ കടന്നു പോവായിരിക്കും. നമ്മളൊക്കെ ഓരോ മനുഷ്യരും ഒരു മുഖംമൂടി ഇട്ടാണല്ലോ എന്തായാലും പുറത്തിറങ്ങും. ഇനിയിപ്പോ ആരൊക്കെ എന്തൊക്കെ എത്ര നമ്മൾ ബെസ്റ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ മുന്നിൽ ഒരു മുഖം കൂടി ഉണ്ടാവും, നമുക്ക് മാത്രം അറിയാം നമ്മളൊരു സെൽഫ് ഉണ്ടാവും. ചിലപ്പോൾ വൈഫിനായിട്ടുള്ള അടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉമ്മനായിട്ടുള്ള അടി കഴിഞ്ഞിട്ടൊക്കെ ഓഫീസിൽ പോകണതും കോളേജിൽ പോകണം ഒക്കെ. അപ്പോൾ മുന്നിൽ ഇപ്പൊ നമ്മള് ഒരു കണക്ട് വേറെ എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ അറിയാതെ ദേഷ്യപ്പെടുന്ന പോകുന്നതിന്റെ പിറകില് നമ്മള് ബാക്കിൽ നിന്നുണ്ടായിട്ടുള്ള സിറ്റുവേഷൻ ആവും. അപ്പൊ അത് ആ ഒരു കാര്യം നമ്മളെ മുന്നിലുള്ള വ്യക്തിയിലും ആലോചിക്കാം. അവര് കമന്റ് എടുക്കുന്നതിന്റെ പിറകില് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. പലപ്പോഴും ടീച്ചേഴ്സിന്റെ അടുത്ത് നമുക്ക് ഇത് എപ്പോഴും നമ്മളെ ലൈഫിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ചില ടീച്ചേഴ്സൊക്കെ ഭയങ്കരമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വന്ന് ചൂടാവും, അല്ലെങ്കിൽ നമ്മൾ വേണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ റെസ്പോണ്ട് ചെയ്യും. അതിന്റെയൊക്കെ പിറകിൽ ഈ റീസൺ ആവാം, അവരെന്തെങ്കിലുമൊക്കെ ഒരു പെയിൻ ആയിട്ട്. നമ്മളെ ജോസഫ് അന്നക്കുട്ടീന്റെ ബറീഡ് തോട്ട്സ് ഒരു പുസ്തകമുണ്ട്, ആളെ ലൈഫ് സ്റ്റോറി. അതിലൊരു അധ്യായം ഉണ്ട്, അവരുടെ ടീച്ചറെ കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടില്ല. ജോസഫ് അന്നക്കുട്ടി +2 സമയത്താണെന്ന് തോന്നുന്നു. അവർക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു, ക്ലാസ് ടീച്ചർ. അത്യാവശ്യം ടീച്ചർ സ്ട്രിക്റ്റ് ആണ്. ടീച്ചർ ഭയങ്കര, അതായത് ക്ലാസ്സിൽ വരിക കുട്ടികളുടെ അത്ര കമ്പനി ഇല്ലാത്തൊരു ടീച്ചറായിരുന്നു. അങ്ങനെ ടീച്ചറെ കുട്ടി 10ാം ക്ലാസ് മോഡൽ എക്സാം പാസ്സായ സമയത്ത് ഈ കുട്ടികളുടെ അത്ര കണക്ഷൻ ഇല്ലാത്ത ഒരു ടീച്ചർ വന്നിട്ട് കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുത്തു. ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്റെ മോന് മോഡൽ എക്സാം പാസ്സായിട്ടോ. നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കണക്ഷൻ ഒക്കെ ഇല്ലാത്തൊരു ടീച്ചർ വന്നിട്ട് കുറച്ച് ഗിഫ്റ്റ് ഒക്കെ തന്നു കഴിഞ്ഞാല് നമ്മൾ അതിനെ ഏത് രീതിയിൽ എടുക്കുക? അതും മോഡൽ എക്സാമിന് കുട്ടി പാസ്സായതിന്റെ പേരില് നമ്മൾ പലതരത്തിൽ പറയും, ഓ പിന്നെ ടീച്ചർ കുട്ടി മാത്രമാണല്ലോ 10th എക്സാം ഉണ്ടാവല്ലേ. അങ്ങനെ ഈ ജോസ്ബന്റെ കുട്ടി പറയുന്നത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കൂട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുട്ടി ഒരിക്കലും ഫൈനൽ എക്സാം പാസ്സാവരുത് എന്നുള്ള കാര്യം. പിന്നെ ജോസഫ് കുട്ടി പഠിച്ചൊക്കെ ഇറങ്ങിപ്പോയി. പിന്നീട് ആ ടീച്ചറെ കാണുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ടീച്ചറെ ബാക്ക് സ്റ്റോറി അപ്പം മാത്രമാണ് അവർ അറിയുന്നത്. ഈ ക്ലാസ് ടീച്ചർ ആയ സമയത്താണ് ടീച്ചറെ ഹസ്ബൻഡ് മരിക്കുന്നതും ടീച്ചർ ഒറ്റക്കാവുന്നതും. നമ്മൾ പറഞ്ഞല്ലോ, ഒരു മോന് മോഡൽ എക്സാം പാസ്സായതിന്റെ ബേസിൽ ടീച്ചർ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ സ്വീറ്റ്സ് കൊടുത്തത്. ആ മോൻ ആക്ച്വലി ഡിസേബിൾ ആയിരുന്നു. ആ കുട്ടി സെറിബ്രൽ പാൾസ് അങ്ങനെ എന്തോ ഒരു അസുഖമുള്ള കുട്ടിയായിരുന്നു. അപ്പൊ ടീച്ചർക്ക് അത് എത്രയും തന്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും നഷ്ടപ്പെട്ട സമയത്ത് തന്റെ കുട്ടി പാസ്സായ ടീച്ചറെ ഗിഫ്റ്റ് കൊടുത്താണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കമന്റ് ഉണ്ടായിരുന്നല്ലോ, അവർ പറഞ്ഞു ടീച്ചർ കുട്ടി ഫൈനൽ എക്സാമിൽ പാസ്സാവരുത്. അത് അതുപോലെ സംഭവിച്ചു. ആ കുട്ടിക്ക് എക്സാം എഴുതാൻ വേണ്ടി പറ്റിയില്ല. എക്സാം എഴുതാൻ കുട്ടി ഫെയിൽ ആവായിരുന്നു. അത് ജോസഫിനെ കുട്ടി അറിയുന്നത് പറയണ്ട, വീട്ടിൽ പോയപ്പോ ചോദിച്ചു മകൻ എവിടെ, ഇന്ന് പാസ്സായ കുട്ടി. അപ്പൊ പറഞ്ഞു ഇങ്ങനെ മകന് പിന്നെ എക്സാം എഴുതിയിട്ടില്ല. അപ്പൊ നമ്മളൊരു പക്ഷേ ടീച്ചേഴ്സിനൊക്കെ കുറ്റപ്പെടുത്തതിന്റെ പിറകിൽ അല്ലെങ്കിൽ അവരുടെ കമന്റ് എടുക്കുന്നതിന്റെ പിറകിൽ ഇത്തരത്തിലുള്ള അവർ സ്ട്രഗിൾ കൂടെ അവൻ കടന്നു വരുന്നുണ്ടാവാം. ടീച്ചേഴ്സ് മാത്രമല്ല, ഞാൻ നമ്മളെ എംപ്ലോയി റിലേഷനിലായാലും ഇപ്പൊ നമ്മളെ ബോസിന്റെ അടുത്തായാലും ചിലപ്പോൾ അവർ ചൂടാവുന്നതിന്റെ പിറകിൽ ഇങ്ങനെ റീസൺ ഉണ്ടാവും. ഞാൻ കുറെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നൊന്നുമല്ല, പക്ഷെ നമ്മൾ കുറെ കാര്യങ്ങൾ പുസ്തകത്തിൽ നിന്നായാലും മറ്റു കേൾക്കുന്നായാലും. ഈ അടുത്തൊരു ഗ്യാസക്കീം സാർ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുറച്ചു മുന്നേ, അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ആള് പറയുന്നുണ്ട്, ആളെ ഫ്രണ്ട് പറഞ്ഞിട്ടൊരു കോഫി ഷോപ്പ് പോയതായിരുന്നു. അപ്പൊ അവിടെ ഉള്ള ക്യാഷ്യറിൽ ഇരിക്കുന്ന ആള് അത്ര നല്ല രീതിക്ക് ട്രീറ്റ് ചെയ്തില്ല. അപ്പൊ ഈ ഫ്രണ്ടിനും തോന്നി, നമ്മളൊരു കഫേ ഫ്രണ്ടിനൊക്കെ റെക്കമെൻഡ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്പെക്ട് ചെയ്യുമല്ലോ, അവിടെ നല്ല സർവീസ് ആയിരിക്കും അല്ലെങ്കിൽ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നല്ല. പക്ഷെ ഈ ക്യാഷ്യറിന്റെ ആളെ ബിഹേവിയർ കണ്ടപ്പോൾ ഫ്രണ്ടിനും ചടച്ചു, ഈ റിയാസക്കീം സാറിനും ചടച്ചു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ അവർ പറഞ്ഞ ഞാൻ വെറുതെ ചോദിച്ചു കേശിയുടെ അടുത്ത്, നിങ്ങൾക്ക് എന്താ പറ്റിയത്, പ്രശ്നമൊന്നുമില്ലല്ലോ. ആദ്യം അവർ പറയാൻ തയ്യാറായില്ല. പിന്നെ പറയായിരുന്നു, എന്റെ ബ്രദർ ഇപ്പൊ ICUലാണ് കിടക്കുന്നത്, എന്തോ വയ്യാതായിട്ട്. അപ്പോ ഇവിടുന്ന് വേറെ ഏതോ നാട്ടിലാണ് ICU വയ്യാതെ കിടക്കുന്നത്. ഇപ്പോ അവര് പാരന്റ്സ് അവരുടെ അടുത്തേക്ക് പോവാണ്. അപ്പൊ എനിക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല, പക്ഷെ ഇവിടെ ഡ്യൂട്ടിക്ക് കയറാദ്യം വയ്യ. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്നതായിരിക്കും അവര് ചൂടാവുന്നതിന്റെ ഒക്കെ റീസൺ. നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ ചിലപ്പോൾ നമുക്ക് കുറ്റബോധം നമ്മളോട് തന്നെ തോന്നിപ്പോവും. നമ്മളെ മുന്നിൽ വന്നിട്ടുള്ള ഒരു മനുഷ്യൻ ചിലപ്പോൾ നമ്മള് കടയിലൊക്കെ കയറുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കുറച്ച് ഹാഷായിട്ടാവും പറയാം. ഇങ്ങനത്തെ ഒരു സ്റ്റോറീസ് അവർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു അനീതിയല്ലേ ഇത്, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു അത്. എന്ത് ഓരെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരു മോശമാണെന്നുള്ള നമ്മളൊരു മുദ്ര കുത്തുന്ന സംഭവം. അപ്പൊ ഏത് മനുഷ്യരെയും അവരെ ദേഷ്യപ്പെടുന്നതിന്റെ പിറകിലോ അല്ലെങ്കിൽ അവര് നമ്മളോട് ഇങ്ങനെ പെരുമാറുന്നതിന്റെ പിറകിൽ എന്തെങ്കിലും റീസൺ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ പറയുന്നു എല്ലാ സമയത്തും പോസിബിൾ അല്ല. ഇപ്പൊ ഞാനിപ്പോ ഇതിലിപ്പോ ഇരിക്കുന്ന ആരെങ്കിലും ഒരാൾ എന്റെ അടുത്ത് മുന്നിൽ വന്ന് ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ ഏറ്റവും കൈൻഡായി സാരില്ല കേട്ടോ എന്ന് പറഞ്ഞു പോകുന്നു ഞാൻ പറയണില്ല. പക്ഷെ നമുക്ക് ശ്രമിച്ചു നോക്കാം. ഞാൻ എന്ന് പറയാറുണ്ട്, നമ്മൾ എന്ത് ക്വാളിറ്റീസ് ആയാലും ഒരു ശ്രമമാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയി നമുക്ക് പറ്റില്ല. നമ്മൾ മരിക്കുന്നവരെ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ലൈഫിനോട് ചേർത്ത് വെക്കാൻ നമുക്ക് ശ്രമിച്ചു നോക്കാൻ പറ്റും. ആ ശ്രമങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ ശ്രമിക്കാം. അതിപ്പോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയി പറ്റുന്നേ ഉള്ളൂ. അപ്പൊ അതുപോലെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് സഫമോളി ഷിംന എന്ന് പറയും. അപ്പൊ ഈ സഫമോൾ ആളെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ആളെ ഞാൻ ആദ്യം അക്വയർ ചെയ്യുന്ന ക്വാളിറ്റി
നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഏത് ഏജ് കാറ്റഗറി ആയാലും നമ്മളൊരു സർക്കിളിൽ പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുക എന്നുള്ള കാര്യം. നമുക്ക് അറിയാത്ത ഒരു സർക്കിളാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അവിടെ അഡോപ്റ്റ് ആവാൻ. അതായത് നമുക്ക് അറിയാത്തൊരു ഗ്യാങ്ങിലൊക്കെ പോയി ചെന്ന് കഴിഞ്ഞാൽ, പക്ഷേ ഈ ഇവളിവിടെ ഉണ്ടെങ്കിൽ ഇവളെല്ലാവരെയും മാക്സിമം കണക്ട് ചെയ്യിപ്പിക്കാൻ നോക്കും. നേരത്തെ അഫ്സൽ സാർ പറഞ്ഞ പോലെ ആ ഒരു സംഭവമാണ് അവളെ കേസിൽ ഞാൻ മാഷാല്ലാ കണ്ടിട്ടുള്ളത്. എല്ലാവരെയും അവിടെ ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് ആളെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ശ്രമം ഉണ്ടാവും. ആള് എല്ലാവരും ഓക്കെ, ഇപ്പൊ ജസർ പറഞ്ഞ പോലെ എല്ലാവരും ഓക്കെ അല്ലേ, അല്ലെങ്കിൽ എല്ലാവരും കംഫർട്ട് അല്ലേ എന്നുള്ള ആ ഒരു ക്വാളിറ്റി നമ്മൾ എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളെ മുന്നിൽ വരുന്നത്, നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമുക്ക് അറിയുന്ന കുറച്ച് ആളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിവിടെ വൈബാക്കാൻ നോക്കും. അവിടെ അപ്പുറത്ത് വേറെ ആരൊക്കെ ഉണ്ടോ ഒന്നും നമുക്ക് വിഷയമല്ല. അപ്പോൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ നമ്മളെ ഗ്രൂപ്പിലേക്കായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഒക്കെ ബെസ്റ്റ് ഇതൊക്കെ നോക്കുക. നമ്മളിപ്പോൾ ഈ നമ്മൾ പറഞ്ഞ കുറച്ച് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ഇതെല്ലാം നിങ്ങൾ ലൈഫിൽ അഡോപ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മനുഷ്യനാവും. ഏറ്റവും ബെസ്റ്റ് മനുഷ്യനായി കഴിഞ്ഞാൽ ഏറ്റവും ഗുണം നമ്മൾ ലൈഫിൽ ആഗ്രഹിക്കുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ, കുറേ വിജയങ്ങൾ, അത് വാങ്ങണം ഇത് വാങ്ങണം, എനിക്ക് കരിയർ അങ്ങനെ സെറ്റ് ആക്കണം, അതിനൊക്കെ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനായിട്ട് മാറാൻ വേണ്ടിയെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനായാലും ഈ ടോപ്പിക്സ് ഇങ്ങനെ ഒന്ന് കൊടുത്തത്. കുറച്ച് ക്വാളിറ്റീസ് അക്വയർ ചെയ്തിട്ട് അത് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുക. അത് മറ്റുള്ളവർക്ക് പറയാത്തവർക്ക് കേൾക്കുന്ന സമയത്ത് ചില ക്വാളിറ്റീസ് ഒക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ നമ്മളെ ദൗലത്തല്ല, സോറി, സെലീന മാം പറഞ്ഞ ആളുണ്ടായിരുന്നു, പിന്നോന്നറിയില്ല, ഒരു ലെഫ്റ്റ് ആയി പോയി. ഒരു പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ടായിരുന്നു, ഒരു വല്യപ്പ ഒരാളോടും ദേഷ്യപ്പെട്ടിട്ടില്ല. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യണം പറ്റിക്കഴിഞ്ഞാൽ ബെസ്റ്റ് അല്ലെന്ന് തോന്നിയൊരു കാര്യം അതായിരുന്നു. ഇപ്പൊ ഞാനാണെങ്കിലും ആസ് എ ടീനേജർ ഒരു 19 ഏജ് അപ്പൊ നമുക്ക് പലരിടത്തും ദേഷ്യം ഉണ്ടാവും, ചിലടത്ത് ഈഗോന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഏറ്റവും എന്ത് രസമായിരിക്കും, നമുക്ക് ചുറ്റുള്ള ഒരാളോട് ദേഷ്യമില്ല, അപ്പൊ നമുക്ക് കുറെ സമാധാനം ഉണ്ടാവുന്നല്ലോ, വലിയൊരു സത്യന്റെ പിറകിൽ കിടക്കുന്നുണ്ട്. കാരണം നമുക്ക് എപ്പോഴും സമാധാനം നഷ്ടപ്പെടപ്പോഴാണ് നമുക്ക് ദേഷ്യമുള്ള മനുഷ്യരോട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കുറെ ബൗണ്ടറീസും കാര്യങ്ങളും നമ്മുടെ റിലേഷൻഷിപ്പിലായാലും വരുമല്ലോ. അപ്പോൾ ആ ഒരു ക്വാളിറ്റീസ് നമുക്ക് ഏറ്റവും ബെസ്റ്റായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റട്ടെ. അതാണ് ഞാൻ എല്ലാ ക്വാളിറ്റീസിന്റെ അടിയിലും പറയുന്നത്. കാരണം അതെനിക്ക് എന്നോട് കൂടെ ഉള്ള ഓർമ്മപ്പെടുത്തലാണ്. പക്ഷേ ഞാൻ പറയുന്നുണ്ടെങ്കിലും അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണമെന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഒരു അഫർമേഷൻ പോലെ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. പിന്നെ വായിച്ചൊരു കഥയുണ്ടായിരുന്നു, കഥയിൽ ഒരു റൈറ്റർ പറഞ്ഞു, ഓതർ ഞാൻ ഓർക്കുന്നില്ല, ഒരു എഴുതിയിട്ടില്ലായിരുന്നു. ഒരു വീട്ടിലൊരു സിറ്റുവേഷൻ വന്നു, വീട്ടിൽ ബീഫ് വാങ്ങാൻ പോയതാണ്. അപ്പൊ നമ്മൾ ബീഫ് വാങ്ങാൻ പോയിട്ട് പൊതുവെ വീട്ടിലേക്ക് വിളിക്കുമല്ലോ, എത്ര ബീഫ് വേണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വേണം. ചിലപ്പോൾ ചോദ്യം ചോദിക്കും, എന്താണ് ബീഫ് കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ഉപ്പയും മോനാണ് സാധനം വാങ്ങാൻ പോയിട്ടില്ല. അല്ല, ഉപ്പനോട് പറയുന്നുണ്ട് എന്താണ് ഉമ്മനോട് പറഞ്ഞാൽ ഈ ബീഫ് കറി വെച്ചോളി, കറി വെച്ചോളി എന്ന് പറയുന്നുണ്ട്. ഉപ്പനോട് പറയാണ് നിങ്ങൾ ഉമ്മൻ്റെ അടുത്ത് പറയും കറി വെക്കുക. അപ്പൊ ഉപ്പ ഉമ്മനോട് പറയുന്നുണ്ട് അത് പറയാൻ എനിക്ക് അവകാശമില്ല, അവൾ ആ ഓക്ക് ഇഷ്ടമില്ല ഉണ്ടാക്കട്ടെ. ഓരോർക്ക് നമുക്ക് തരുന്നത് ഒരിക്കലും കൽപ്പിക്കാനുള്ള ഒരാളല്ല. ഒരു റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിയാണ് അവിടെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്തൊരു കാര്യമാണത്. അങ്ങനെ അമ്മേന്റെ അടുത്ത് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ബെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പിലൊക്കെ പലപ്പോഴും വരുന്ന പ്രശ്നം അതാണ്. നമ്മൾ അങ്ങോട്ട് കമന്റ് ചെയ്യും, എന്റെ ഇക്കാര്യം ചെയ്ത് വെക്ക്, അല്ലെങ്കിൽ ഇക്കാര്യം ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്റെ കാര്യം ഇതുപോലെ ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര സമയത്തേക്ക് ഭക്ഷണം റെഡിയാക്കണം, എനിക്ക് ഈ ഫുഡ് വേണം. നമുക്ക് അതിനുള്ള ഒരു റൈറ്റ് അവിടെ ഇല്ല. നമ്മൾ ഈ ഓപ്പോസിറ്റുള്ള പാർട്ണർ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ പോലെ ആഗ്രഹങ്ങളുള്ള മനുഷ്യനാണ്. അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയാണെങ്കിൽ അത് ചെയ്യാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ഗസ്റ്റ് ആയിട്ട് അലിയൻസ് മുക്താർ സാർ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. സാർ പറഞ്ഞൊരു ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മളെടുത്തൊക്കെ ഒരാള് നിങ്ങൾക്ക് നേടാൻ ആഗ്രഹമുള്ള 7 ലക്ഷ്യങ്ങളെ കുറിച്ച് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? എക്സാമ്പിൾ ആയിട്ട് ഫസ്റ്റ് പറയല് ഇപ്പൊ സ്പിരിച്വൽ വൈസ് ആണെങ്കിൽ എനിക്ക് ഏറ്റവും നല്ല സ്പിരിച്വൽ കണക്ഷൻ ഉണ്ടാക്കണം നമ്മൾ പറയും സ്വാഭാവികമായിട്ടും. പിന്നെ പറയും എന്തെങ്കിലുമൊക്കെ എനിക്ക് നേടാനുള്ളത്, വീടുള്ളത്. പക്ഷെ ആളതൊന്നല്ല പറഞ്ഞു. ആള് പറഞ്ഞത് ഇവിടെ നമ്മളെ ഫെസ്റ്റിന് വന്ന് ചില ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, സമ്മാസ് സാറ്, മുജീബ് സാറ് ഒക്കെ, അവർക്ക് അറിയുന്നുണ്ടാവും. ആള് പറഞ്ഞതായിരുന്നു ലൈഫിൽ ഞാൻ ഹോൾഡ് ചെയ്യുന്നത് 7 കാര്യങ്ങളാണ്. ഇതൊരിക്കലും ഇന്ന കാര്യങ്ങൾ ആവണം എന്നില്ല ഒന്നുമില്ല. ഏറ്റവും നല്ല ഹസ്ബൻഡ് ആണ് എനിക്ക്. എന്റെ ലൈഫിലെ ഫസ്റ്റത്തെ ക്വാളിറ്റി ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും നല്ല ഹസ്ബൻഡ് ആയിട്ട് എനിക്ക് മാറാൻ പറ്റണം എന്നില്ല. നമ്മൾ ആലോചിക്കുക ഒരാളെ ജീവിതത്തിന്റെ ലക്ഷ്യമായി കൊണ്ട് നടക്കുന്ന കാര്യം ഏറ്റവും നല്ല ഹസ്ബൻഡ് ആവാന്നല്ല. അതൊരിക്കലും എപ്പോഴും വൈഫിന്റെ അടുത്ത് ഇഷ്ടമുണ്ടായിട്ട് വൈഫിനെ മാത്രം പ്രയോറിറ്റൈസ് ചെയ്ത് ഫാമിലി ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതുകൊണ്ടല്ല. പക്ഷെ നമ്മുടെ റിലേഷൻഷിപ്പ് കിടക്കുമ്പോൾ രണ്ടുപേരും രണ്ട് ഫാമിലിയിൽ നിന്നാണ്, രണ്ട് ഇഷ്ടങ്ങൾ, രണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ, എന്താ പറയാ, ഈ ഓപ്പോസിറ്റ് അട്രാക്ഷൻ ആണ് പലപ്പോഴും വരും. രണ്ട് തരത്തിൽ ജീവിച്ച ആളുകൾ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് ഒരാൾ പറയണ ആള് പറയുന്നത് എനിക്ക് ഏറ്റവും നല്ല ഹസ്ബൻഡ് ആവണം, സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് അതിന്റെ എന്ത് വരുന്നത് ഏറ്റവും നല്ല ഭാര്യയാവും. അങ്ങനെ നമ്മൾ രണ്ടുപേരും ഏറ്റവും നല്ലതാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടി ആവും. പിന്നെ രണ്ടാമത് ആള് പറഞ്ഞത് എനിക്ക് ഏറ്റവും നല്ല മകനാവണം, എൻ്റെ ഉമ്മക്കും ഉപ്പക്കും ഏറ്റവും നല്ല മകനാവണം. പിന്നെ പറഞ്ഞു വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല ഉപ്പയാവണം, എൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ല ഉപ്പയാവണം. പിന്നെ പറഞ്ഞത്
എൻ്റെ പെങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ആങ്ങളയായിട്ട് ഞാൻ മാറണം. പിന്നെ പറഞ്ഞാൽ എൻ്റെ പെങ്ങളെ കുട്ടികൾക്ക് ഏറ്റവും നല്ല അമ്മാവനായിട്ട് ഞാൻ മാറണം. പിന്നെ പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡ് വൈഫിന്റെ പാരൻസിന് ഞാൻ ഏറ്റവും നല്ല മരുമകനാവണം. നമ്മൾ ആലോചിച്ചൊക്കെ ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യമാണ്. നമ്മളൊക്കെ അങ്ങനെ കൊണ്ടുവരുന്ന കഴിഞ്ഞാല് നമുക്കുള്ള എല്ലാ ബന്ധങ്ങളും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് മാറും എന്നുള്ള കാര്യം തീർച്ചയാണ്. നമുക്ക് പലപ്പോഴും കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാമിലിയാണോ കരിയറാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ ഫാമിലി പലപ്പോഴും നമുക്കൊക്കെ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഫാമിലി. അതിനൊക്കെ ബേസിക് റീസൺ ഇതാണ്, അവരവിടെ ഉണ്ടാവുമല്ലോ. ഈ കാര്യം ചെയ്തിട്ട് അവരെ കൺസിഡർ ചെയ്തെങ്കിലും അവര് വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു വിശ്വാസമാണത്. ആ വെളിപ്പുറത്ത് അവരുണ്ടാവുന്നില്ല, അതിന്റെ ബേസിൽ നമ്മൾ അവരും കൺസിഡർ ചെയ്യില്ല. അത് മാറ്റി നമ്മളെ ഫാമിലിയെ ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഹസ്ബൻഡിനായാലും വൈഫിനായാലും നമുക്ക് തിരക്കുണ്ട്, ജോലിയൊക്കെ വേണം. അതിന്റെ മുന്നേ അവർക്ക് അതിന് കൊടുത്തൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഗ്രോത്തിന് അവരെ സപ്പോർട്ട് ഉണ്ടാവും. നമ്മളെ ഫാമിലിക്കാണ് പ്രയോറിറ്റൈസ് ചെയ്ത് കൊടുക്കുന്നത് കഴിഞ്ഞാൽ ആ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഹസ്ബൻഡ് ആയാലും വൈഫായാലും റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും നമ്മൾ അവർക്ക് അവൈലബിൾ ആവും, അവർ നമുക്ക് വേണ്ടി അവൈലബിൾ ആവും. പിന്നെ അവര് നമുക്ക് ഒന്നിച്ചുള്ള ഗ്രോത്ത് ആയിരിക്കും അവിടെ സംഭവിക്കുക. ചിലപ്പോൾ നമ്മളിപ്പോൾ ഫാമിലി പ്രയോറിറ്റൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അവിടെ ഓടുണ്ടാവുക, വൺ മാൻ ഷെഡ്. അതിന് പകരം ഇവരെല്ലാവരെയും സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് നടന്നെടുക്കുന്നതിന്, അല്ലെങ്കിൽ അതിനൊരു രസം ഉണ്ടാവുള്ളത്. നമ്മളെ പേഴ്സണൽ ലൈഫ് അടിപൊളിയാവും, നമ്മളെ പ്രൊഫഷണൽ ലൈഫ് അടിപൊളിയാവും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അതിന്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഹസ്ബൻഡ് ബിസിനസ്സിനാവുന്ന സമയത്ത് വൈഫിന് വരുന്ന സ്ട്രെസ് കാര്യങ്ങളൊക്കെ ആയാലും അവർ ബിസിനസിന്റെ പുറകെ ഓടുക എന്നൊരിക്കലും അവരെ കുറ്റി പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും ആഗ്രഹം എന്തായിരിക്കും, അതിന് ഏറ്റവും നല്ല രീതിയിലേക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മളൊക്കെ ഒരു ചെറിയ ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിലേക്ക് അറിയാതെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് എത്തണം എന്നുള്ള ചിന്ത വരും. അത് ആരുടെയും തെറ്റില്ല. അങ്ങനെ വലിയ ചിന്ത വരുമ്പോൾ നമ്മൾ അതിന്റെ പുറകെ ഓടുകയാണ്. കൂടെ അങ്ങനെ ഒരു ലക്ഷ്യം എനിക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങളെ പാർട്ട്ണറെ അടുത്ത് നിങ്ങളെ ഫാമിലിന്റെ അടുത്ത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. പലരും അവർക്ക് ഇനി ബുദ്ധിമുട്ടാവൂലേ എന്നതിന്റെ പേരിൽ ഇപ്പൊ എന്തെങ്കിലും ഫണ്ടിന്റെ പ്രശ്നമോ അല്ലെങ്കിൽ മറ്റു ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടാവൂലേ, അവരിതിനോട് എന്നെ കുറിച്ച് ചോദിക്കൂലേ, പിന്നെ അത് വീണ്ടും തലവേദനയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പറയാതിരിക്കുകയാണ് ചെയ്യാം. അതിന് പകരം നിങ്ങൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എനിക്ക് ഇന്ന ലക്ഷ്യങ്ങളൊക്കെ ആണുള്ളത്. അപ്പൊ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടേണ്ട ഒരു സപ്പോർട്ട് കിട്ടും. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഗ്രോത്തോട് ഉറപ്പാണത്. നമ്മളെ റിലേഷൻഷിപ്പിലായാലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഏത് സമയത്തായാലും. ആ അലയൻസ് സംതൃപ്തി പറഞ്ഞ സമയത്ത് ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ പലരും ഹൈലൈറ്റ് ചെയ്തൊരു കാര്യമായിരുന്നു, നമ്മളൊന്ന് നോട്ട് ഡൗൺ ചെയ്യാത്ത അല്ലെങ്കിൽ അത്ര തന്നെ പരിഗണിക്കാത്തൊരു ഏരിയ ആയിരുന്നു ഇത്. നമ്മളെ കുടുംബ ബന്ധങ്ങളിൽ നിങ്ങൾ ഏറ്റവും നല്ല ഹസ്ബൻഡ് ആവണം, ഏറ്റവും നല്ല ഭാര്യ ആവണം, ഇതിലൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാന്നല്ലേ. അപ്പൊ അത് പോസിബിൾ ആണെങ്കിൽ എന്നല്ല, നമ്മളതിന് ശ്രമിച്ചു നോക്കുക. ഏറ്റവും നല്ല ഹസ്ബൻഡും ഭാര്യ എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്ക് 24 hour അവൈലബിൾ ആവണമെന്നോ, നിങ്ങൾ ജോലിക്ക് പോകാണ്ട് വീട്ടിലിരിക്കണമെന്നോ, നിങ്ങൾ ഉമ്മനെ ഇപ്പനെ ഒഴിവാക്കി വീട്ടിലിരിക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് ഫാമിലിക്ക് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ഏറ്റവും എങ്കിൽ നമ്മൾ കയറി ചെല്ലുന്ന വീട്ടിലാണ്, അവിടെ സമാധാനം ഉണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ മൊത്തത്തിൽ സമാധാനം ഉണ്ടാവും എന്നുള്ള കാര്യം കൺഫേം ആണല്ലോ എല്ലാവർക്കായാലും. അപ്പോൾ ഒരടിപൊളിയാക്കാൻ നമുക്കിത് ഒന്ന് ശ്രമിച്ചു നോക്കാം. ഏറ്റവും നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് അത് വെക്കുക. അപ്പോൾ സ്വാഭാവിക മറ്റു ലക്ഷ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മളെന്താ പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ആദ്യം നമ്മളെ സെലീന മാം എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ലെഫ്റ്റ് അടിച്ചാണോ ഒരു ഉപ്പക്ക് ആരടുത്തും വലിയപ്പക്ക് ആരടുത്തും ദേഷ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും എല്ലാരടുത്തും കൈൻഡായി എല്ലാരടുത്തും ഒരുപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു ഇല്ലാസർ പറഞ്ഞതായിരുന്നു, ഒരു അധ്യാപകൻ ഒരിക്കലും ഒരു കുട്ടീൻ്റെ അടുത്ത് മോശമായിട്ട് ആ ഒരു സ്റ്റുഡന്റ് റിലേഷനെ എങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ ഈ നെഗറ്റീവ് കാര്യം ഒഴിവാക്കാം എന്നുള്ള കാര്യം അത് നമുക്ക് ഓർക്കാം. പിന്നെ വിദ്യാസർ പറഞ്ഞായിരുന്നു, ഡിസേബിൾ ആയിട്ടുള്ള ഒരാളെ അവർക്ക് ഒരിക്കലും സിമ്പതിയോട് കൂടി ഒരു ഡിസേബിൾ ആണല്ലോ, ഞാൻ കൂടുതൽ കെയർ കൊടുക്കണം, അങ്ങനെ കൊടുക്കാതെ നമ്മളിൽ ഒരാളായിട്ട് അവരെ കൺസിഡർ ചെയ്യാം. അത് എല്ലാ മനുഷ്യരെയും നമ്മളെ ലൈഫിലേക്ക് നമുക്ക് ഒരാളെ ഇപ്പൊ നമ്മൾ ഒരാളെ എവിടെന്നെങ്കിലും ഒക്കെ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ ഓർക്കും. കാരണം നമ്മൾ സ്വാഭാവികമായിട്ട് മനുഷ്യരാണ്. നമുക്ക് അപ്രിസിയേഷനും റെക്കഗ്നേഷനും, നമ്മൾ ഒരാളെ തിരിച്ചറിയാം, നമ്മൾ ഒരാളെ അംഗീകരിക്കുക, ഒരാളെ നമ്മൾ അഭിനന്ദിക്കുക, അതാണ് നമുക്ക് ബേസിക്കലി ഏറ്റവും എങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്. ബേസിക്കലി നമുക്കത് കേട്ട് കഴിഞ്ഞാൽ നമ്മളത് വീണുപോകും. പലപ്പോഴും നമ്മളെ മുന്നിലൊക്കെ വന്നിട്ട് ഒരാളെ അടിപൊളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പൊലിവ്, ഒരു സന്തോഷം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു പരിഗണന അത് ലൈഫിൽ ഉടനെ നമ്മൾ കൊണ്ടുനടക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ വേറെ മുർഷി പറഞ്ഞതായിരുന്നു, ഒരു ടീച്ചർ ആവുന്ന സമയത്ത് വൈബും മറ്റു കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അക്കാഡമിക്സും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാന്നില്ല. പിന്നെ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? നമ്മുടെ സമ്മാനത്തിന് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഞാന് മാത്രം പറയാം, കാരണം ഞാൻ പ്രോഗ്രാം ലാസ്റ്റിലേക്ക് നമുക്ക് ചോദിക്കാം. ഇതാണ് ഞാൻ മൈക്ക് ഓഫ് ചെയ്തത്. ഇതൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് ചോദിക്കാന്ന് കരുതിയിട്ടാണ്. നമ്മളെ സിസ്റ്റേഴ്സ് ആണ്, ചിലർക്ക് അറിയുന്നുണ്ടാവും,
ഞാൻ എന്റെ താത്തയായിരുന്നു ആ മുർഷി എന്നല്ലേ ഉണ്ടായിരുന്നു. ഓള് പെട്ടെന്ന് കയറിയപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്താണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചോദിക്കാന്നുള്ള രീതിക്ക് കേട്ടോ. കാരണം അതില് ഞാൻ ആർക്കും തെറ്റിദ്ധാരണ ഒന്നും വേണ്ടല്ലോ എന്ന് കരുതി വീണ്ടും ഓപ്പൺലി ഡിക്ലെയർ ചെയ്തതാണ് എന്താണ് സംഭവം എന്നുള്ള രീതിക്ക്. അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റീസ് അഡോപ്റ്റ് ചെയ്യുക, അത് അഡോപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ മനുഷ്യർക്ക് എക്സാമ്പിൾ ആവാണ്. അപ്പൊ നമ്മളൊക്കെ അവരെ ഇൻസ്പിറേഷൻ ആയിട്ടല്ലോ, നമ്മളെപ്പനായാലും പാരൻസിനായാലും ടീച്ചേഴ്സിനായാലും നമ്മൾ നാളെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മളെ ചുറ്റുള്ള ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ നമ്മളിൽ ഒരു ക്വാളിറ്റി അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റണം. നമ്മളൊക്കെ ഇപ്പോൾ ഉള്ള ജനറേഷന്റെ വാർക്കുന്ന ലീഡേഴ്സ് ആണ്. നമ്മളെ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഏറ്റവും നല്ല മനുഷ്യനാവുന്നതിന്റെ ഗുണം നമ്മളെ പേഴ്സണൽ ലൈഫിനായാലും നമ്മളെ കണ്ടു പഠിക്കുന്നവർക്കായാലും എന്തായാലും കിട്ടുമെന്നില്ല ആരും. അപ്പൊ എനിക്ക് ഇന്ന് വന്ന് പെട്ടെന്ന് ലാസ്റ്റ് ഓർമ്മ വന്നായിരുന്നു. ഇന്ന് വീട്ടിൽ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പൈസക്ക് എന്തോ ആവശ്യത്തിന് അവർ വന്നതാണ്. നമ്മളിങ്ങനെ പോവല്ലോ ഓരോ വീടുകൾക്ക് വരുമ്പോൾ. അപ്പൊ താത്ത പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ നമ്മുടെ വീടിന്റെ ഡോറ് തുറന്നിട്ടിട്ടുണ്ട്, ഇവിടെ പണിക്കാരൊക്കെ നടക്കുന്ന കാരണം. പക്ഷെ അവര് ബെല്ലടിച്ചിട്ടാണ് നമ്മള് വീട്ടിലേക്കായാലും ആളെ വിളിച്ചത്. ബെല്ലടിച്ചിട്ടാണെങ്കിൽ വീട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചത്. പൊതുവെ അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒന്നിക്കല് വീടിന്റെ അവിടെ നിന്ന് അവിടെ ഒന്നും മിണ്ടാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. പക്ഷെ അവരവർ വന്നത് റെക്കഗ്നൈസ് നമുക്ക് തന്നു, അല്ലെ വീട്ടിൽ ഞാൻ വന്നിട്ട് ഇട്ടോ എന്നുള്ളത്. അപ്പൊ നമ്മളൊക്കെ അത് നമ്മൾ നോട്ട് ചെയ്തു പോയി. കാരണം അവിടെ അവർക്ക് ബെല്ലടിക്കേണ്ട ആവശ്യമില്ല, നമ്മളെ ഉള്ളിലുള്ള ആളുകളെ കാണാം നമ്മളവിടെ നിൽക്കുന്നുണ്ട്, പണിക്കാരും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ ഒരാൾ നേരിട്ട് നമ്മളെ വിളിക്കാതെ ബെല്ലടിച്ചു പോയി. അപ്പൊ നമ്മളൊക്കെ ഇത് പാലിക്കേണ്ട ഒരു മര്യാദ. ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളവിടെ എത്തി എന്നുള്ള അറിയിക്കുക. കാരണം ആ വീട്ടുകാർ ഏത് സിറ്റുവേഷനിലാണ്, വീട്ടുകാരല്ല നമ്മൾ എവിടെ പോയാലും അവിടെ ഏത് രീതിക്കാണ് നമുക്ക് അറിയൂലല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഒരു സ്ട്രേഞ്ചർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതി പറഞ്ഞതാണ്. അതുപോലെ നമ്മളെ ലൈഫിൽ കുറേ ആളുകളുണ്ടാവും. നമ്മള് ഇനിയിപ്പോ നല്ല അറിയപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ആവണമെന്നില്ല, നമ്മളെ ലൈഫിൽ വരുന്ന ഒരു ചെറിയ ഏത് മനുഷ്യനും നമ്മൾ എന്തോ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിനെ നമ്മൾ എന്താ പറയാ, നമ്മളൊന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെയുള്ള കുറേ മനുഷ്യരുടെ എക്സാമ്പിൾസ് നമ്മളെ ലൈഫിൽ കിട്ടാനാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഓരോരുത്തരെ വിളിച്ചിട്ട് ഓരോ എക്സാമ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തൊരു ക്വാളിറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പലയിടത്തും പല വർക്ക്ഷോപ്സിലൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിന്റെ ബേസിക് ഇന്റൻഷൻ ഇത്രയേ ഉള്ളൂ, നമ്മളിൽ ഈ ലൈഫ് ക്വാളിറ്റി അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരാം, നമ്മൾ ഏറ്റവും ബെറ്റർ പേഴ്സൺ ആവുന്നില്ല. ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ചിലതൊക്കെ ചിലർക്ക് ഓർമ്മയിലുണ്ടാവും, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും, ഓർമ്മപ്പെടുത്തിയതായിരിക്കും. അതൊക്കെ നേടാൻ പറ്റുന്ന ഏറ്റവും നല്ല മനുഷ്യന്മാരായിട്ട് നമുക്ക് മാറാൻ പറ്റട്ടെ. സെഷൻ ഏകദേശം 9:15 തുടങ്ങിയില്ല, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനി ഫീഡ്ബാക്കിന്റെ സമയമാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഇല്ലാസ് സാറും ഇജാസ് സാറും മുജീബ് സാറും അതുപോലെ വേറെ ഒരാളും കൂടെ വീഡിയോ മോഡിലൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം. നിങ്ങളെ ടൈം നിങ്ങളെ സെൽഫിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് എന്തോ ഒന്ന് എനിക്ക് കിട്ടാനുണ്ട്, ആ ഒരു കാര്യം കൊണ്ട് വന്നതാണല്ലോ. കുറെ തിരക്കുണ്ടായിട്ടും എന്തായാലും ആ ഒരു എന്താ പറയുക എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഇൻഷാല്ലാ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അതിന്റെ റിവാർഡ് നിങ്ങളിലേക്ക് എത്തട്ടെ. ഇനി ഫീഡ്ബാക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ സജഷൻസ് മുന്നോട്ട് വെക്കാം, എന്തും പറയാം കേട്ടോ. ആരാണ് ഫീഡ്ബാക്ക് പറയുന്നത്? ആർക്കൊന്നും മറ്റേ എല്ലാം മനസ്സിലായ കുട്ടികളാണ് നിങ്ങളെല്ലാം, അതൊന്നും മനസ്സിലാവാത്ത കുട്ടികളാണോ? എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം, സജഷൻസ് മുന്നോട്ട് വെക്കാം, അല്ലെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തിരുത്താം. കാരണം ഞങ്ങൾ തിരുത്തുന്ന സമയത്തായിരിക്കും നമുക്ക് അടുത്ത സെഷൻ എടുക്കുമ്പോൾ അത് ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ പറ്റുക. എൻ്റെ നാലാമത്തെ ക്ലാസ് ആയിരുന്നു ഇത്. ഇവിടെ വന്നിട്ടിരിക്കുന്ന വേറെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു പോയ സംഭവങ്ങളായിരുന്നു. ഇല്ല ഫീഡ്ബാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷമായിരുന്നു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഒരു ഫ്ലോയിൽ അങ്ങനെ പോയിട്ടുണ്ട്, ഒരു സ്റ്റെക്ക് വരാതെ. സാധാരണ ഒരു 4ാമത്തെ ക്ലാസ് ആണ് എന്നുള്ള നിലക്കുള്ള ഒരു തോന്നലൊന്നുമില്ല, കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് മറ്റേ ജോസഫ് അന്നൻകുട്ടി സാറിന്റെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അതൊരു ക്യൂരിയസ് ആയിട്ടൊരു ഭയങ്കര പറയുന്ന നേരത്ത് നമുക്ക് തന്നെ അടുത്ത് എന്താ പറയാൻ പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റോറി ടെല്ലിങ് ഭയങ്കര ഒരു ആർട്ടാണെന്ന് പറയാറുണ്ട്, അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. കുറെ കാര്യങ്ങൾ എന്താ വെച്ചാല് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ കുറെ ആളുകൾ ഷെയർ ചെയ്തപ്പോ ഇജാസ് അല്ലേ, അവര് ഷെയർ ചെയ്തിട്ടുള്ള കാര്യം, നമ്മളൊക്കെ ചില ആളുകളോട് നമ്മൾ പെരുമാറുന്നത് അവരുടെ ചിലപ്പോൾ ഡിസേബിൾഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ട്, അവരോട് പ്രത്യേക ഒരു സിമ്പതി. പക്ഷെ അവർക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യം സിമ്പതി തന്നെയാണ്. അത് ശരിക്ക് നമുക്കത് ഓരോരുത്തർ പറയുമ്പോഴാണ് നമ്മളത് കൂടുതൽ ആ കാര്യത്തെ കുറിച്ച് അവെയർ ആവുന്നത് എന്നുള്ളതാണ്. അപ്പൊ എന്റെ കൂടെ ബി.എഡിന് പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയുണ്ട്, അവരുടെ ഒരു ഡിസേബിൾഡ് ആയിരുന്നു. പക്ഷെ എന്താ വെച്ചാല് എന്തെങ്കിലും പ്രോഗ്രാമുകളോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർ ഇവരെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് കൂടുതൽ പ്രാധാന്യം നൽകും. എന്ന് വെച്ചാൽ സ്റ്റേജിലേക്ക് വിളിക്കാനും മറ്റൊക്കെ. പക്ഷെ അവൾക്കത് ഭയങ്കര ദേഷ്യമായിരുന്നു. കാരണം ഞാനൊരു ഡിസേബിൾഡ് ആണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഇവർ എനിക്ക് പരിഗണന നൽകുന്നത് എന്നുള്ളത്. ഒരു കോമൺ, സാധാരണ എല്ലാവരെയും പോലെ എന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആളുകള് നമ്മൾ വിചാരിക്കുകയാണ് അവര് നമ്മുടെ അടുത്ത് നിന്ന് ഒന്നുകൂടി എക്സ്ട്രാ കെയർ അവർ നീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ശരിക്കും അവർക്ക് അത് വേണ്ട. അവരൊരു സാധാരണ ഒരു മനുഷ്യനായിട്ട് കാണാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു സെഷനിലൂടെ ഓരോരുത്തർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ ചെറുതാണെങ്കിലും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു എഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഇല്ല സർ. എന്തായാലും ഭയങ്കര സന്തോഷം. ഫുള്ള് വീഡിയോ മോഡലൊക്കെ ഇരുന്ന് എന്താ പറയുക, ആ ഒരു എഫേർട്ട് ഏറ്റവും ബെസ്റ്റ് ആയി തന്നെ എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കൊടുക്കുന്നില്ല ആളെ തിരിച്ചു വന്നതായിരുന്നു. എന്തായാലും ഭയങ്കര സന്തോഷം. താങ്ക് യു. നെക്സ്റ്റ് ആരാ? ഹായ് ഹായ് മിസ്ന മാം, നിങ്ങൾ ഒരു കാര്യം ഒഴിവാക്കണം കേട്ടോ. നിങ്ങൾ എന്നെ സാറ് എന്ന് വിളിക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കണം. ഇല്ല ഇല്ല, ഞാൻ ഇനി വിളിക്കൂല. അത് നമ്മളെ ബാച്ചിലർ സ്റ്റുഡന്റും കൂടിയാണ് ഇപ്പൊ ഇജാസിനില്ല. അപ്പൊ എന്നെക്കാൾ മേലെ ആള് +2 സ്റ്റുഡന്റ് ആണ് കേട്ടോ. പറയാൻ വിട്ടൊരു കാര്യം ഇരുന്നത്. പക്ഷെ ആളെ കണ്ടന്റ് അല്ലെങ്കിൽ ആളെ സംസാരം കേട്ടെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. ആളൊരു ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഒക്കെ ഇട്ട് കുറെ ഇൻസൈറ്റ് ഷെയർ ചെയ്യുന്ന ആളാണ്. ഇജാസ് തന്നെയല്ലേ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേരും? ജസ്റ്റ് ഇജാസ് പറ്റുന്നവരൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുള്ളൂ. എന്താ പറയാ, നമ്മൾ ഈ ഒരു ഏജിൽ എക്സ്പെക്ട് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ആളെ ചെയ്തു വരുന്നുണ്ട്. നിസു, ഇനി ഫീഡ്ബാക്ക് പറഞ്ഞോളെ, ഞാൻ സാർ തന്നെ വിളിക്കുന്നില്ല. ആ അതെ, എനിക്കൊരു പോയിന്റ് മുമ്പിലെടുത്ത് വെക്കാനില്ലേ. നിങ്ങൾ ആ സംഭവം ഒഴിവാക്കണം. ആ സംഭവം വിളിക്കുമ്പോ നമ്മൾ തമ്മിൽ ഭയങ്കര ഡിസ്റ്റൻസ് ഇല്ല പോലെ ഫീൽ ചെയ്യും കേട്ടോ. പിന്നെ ഒരു പോയിന്റ് വെക്കാനുള്ളത് മിസ്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ്. അതായത് മെയിൻലി നമ്മുടെ മുമ്പിൽ വരുന്ന ആളുകളെ ഒബ്സർവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം അല്ലെ. നമ്മളിപ്പോ 3-4 ആള് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തില്ലേ, നമുക്ക് വാല്യൂ തന്ന ആൾക്കാരുടെ. നിങ്ങൾ അതിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ ഒരു വ്യക്തിനെ ഒബ്സർവ് ചെയ്യാണ്ട് നമുക്ക് ഈ പോയിന്റ് കിട്ടോ? ഒരിക്കലും ഇല്ല. അപ്പോ ലൈഫില് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കി, ഞാൻ കുറെ കാലമായിട്ട് എന്റെ ഉള്ളിൽ ചിന്തിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, അതായത് ഒബ്സർവ് ചെയ്യാൻ പഠിക്കുക. ഞാൻ ചെറിയൊരു കാര്യം പറയാം, അത് ആരായിരിക്കോട്ടെ. ഇപ്പോ ഇല്യാസ് സാർ പറഞ്ഞ പോലെ ആ സാറിന് ഏറ്റവും, അതായത് ഒരു മോശം അനുഭവം ഉണ്ടാക്കിയ ഒരാളാണ്, ഒരു വ്യക്തിയാണ് ആ അധ്യാപകനെങ്കിലും സാറിന് ആ അധ്യാപകനിൽ നിന്ന് കിട്ടിയ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ഇരട്ടി വാല്യബിൾ ആണ്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ, ഒരു മനുഷ്യന്മാരെ നമ്മൾ ചെറുതായിട്ടാണ് നമ്മുടെ ലൈഫിൽ നമ്മളെ ചിലപ്പോൾ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള മനുഷ്യന്മാരായിരിക്കും, ഒരുപാട് അടങ്ങാറാക്കിയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അയാളിന്ന് നമുക്കൊരു പോയിന്റ് കിട്ടാനുണ്ട്. ഒരിക്കലും അയാളെ പോലെ ആകരുത്, അല്ലെങ്കിൽ അയാളുടെ ഉള്ളിൽ എന്തോ ഉണ്ട് എന്നുള്ള ഒരു പോയിന്റ് കിട്ടാനുണ്ട്. പണ്ടൊരു കഥ കേട്ടതായിട്ടുള്ള ഒരു ഓർമ്മ ഉണ്ട്. അതായത് ഒരാൾ IAS പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ, ഒരു കളക്ടർ IAS പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് തവണ തോറ്റു. അപ്പോ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ആരും പരിഗണിക്കുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടായത്. അതായത് ജയിച്ച ഒരാളുണ്ടായിരുന്നു, അയാളെടുത്ത് പോയിട്ട് എന്ത് ചെയ്തു, ഈ അയാളെടുത്ത് പോയി ചോദിച്ചു, എന്റെ പ്രശ്നം എന്താന്ന്, അതായത് എനിക്ക് എന്തുകൊണ്ട് ഇത് നേടാൻ പറ്റുമെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എനിക്ക് ഇന്നെ കൊണ്ട് ഇത് നേടാൻ പറ്റൂല. അയാൾ ചോദിച്ചു, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ ഇന്നെ കൊണ്ട് ഇത് നേടാൻ പറ്റാതെ. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ ഹാൻഡ് റൈറ്റിംഗ് തീരെ ശരിയില്ല, ബാക്കിയെല്ലാം ഓക്കെയാണ്, അതായത് നോളജ് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, പക്ഷെ എന്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിയല്ല, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും കിട്ടൂല. ആ പറഞ്ഞ വ്യക്തി ഡീമോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിലായിരിക്കും പറഞ്ഞത്. പക്ഷെ ഈ സാറ് അതെടുത്ത് വേറൊരു രീതിയിലാണ്. അടുത്ത പ്രാവശ്യം എന്താ ചെയ്യുന്നത് അറിയോ, അടുത്ത 1 കൊല്ലം പോയി ഹാൻഡ് റൈറ്റിംഗ് എത്രത്തോളം എന്താ ചെയ്യാ ഡെവലപ്പ് ചെയ്യാൻ പറ്റുക അത്രത്തോളം ഡെവലപ്പ് ചെയ്തു. എന്നിട്ട് IAS എഴുതി സെലക്ഷനിൽ ഉണ്ടായി. കേട്ടൊരു കഥയാണ്, സത്യമാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ട്, നമ്മുടെ മുമ്പിൽ വരുന്ന ഓരോ ആളുകളെയും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളും ഒരു ഒബ്സർവ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം എന്നുള്ള കാര്യം. അപ്പൊ നമ്മൾ എത്രത്തോളം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ, എത്ര ചെറിയ മനുഷ്യന്മാരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, നമ്മുടെ അനിയന്മാരൊക്കെ ആയിരിക്കും, പക്ഷെ അവരിന്ന് നമുക്ക് കിട്ടാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. കുട്ടികൾ എങ്ങനെയാണ് ഇങ്ങനെ സ്ട്രെസ് ഇല്ലാണ്ട് ഇങ്ങനെ കളിച്ചടക്കുന്നുള്ള ഒരു കാര്യം പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം കിട്ടണമെങ്കിൽ മെയിൻ കാര്യം ഒബ്സർവ് ചെയ്യാന്നുള്ളതാണ്. ആ പോയിന്റ് മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ജസ്റ്റ് ഒബ്സർവ് ദ പീപ്പിൾ ആൻഡ് ലേൺ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക. അതുപോലെ ക്ലാസ് എടുത്ത മിസ്ന, താങ്ക്സ്.
നെക്സ്റ്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ ഇനിയിപ്പോ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ വരാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിരുന്നത് നമ്മളൊക്കെ ലൈഫിൽ കുറെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ നമ്മളൊക്കെ ഹോൾഡ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവം ഉണ്ടാവില്ലോ. നമുക്കിപ്പോ പാരന്റ്സിന്റെ അടുത്ത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഏത് വ്യക്തി നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്വാളിറ്റി അത് ഷെയർ ചെയ്യാന്നുള്ള കാര്യമായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും ഇനിയും ഷെയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. 1 മണിക്കൂർ 1 അവർ എന്നിരുന്നാലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഞാൻ അതിനിടയിൽ പുറത്തു പോന്നിരുന്നു, ഒന്ന് പിന്നെ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. എന്തായാലും ഞാൻ ഇന്നിപ്പോ എഴുതി വെക്കാൻ ഒരുപാട് നല്ലൊരു സംഗതികൾ ഒരുപാട് എനിക്കിത് കിട്ടി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഫസ്റ്റ് ഒരു ഇത് പറഞ്ഞല്ലോ, ഒരു വല്യപ്പനെ കുറിച്ച്. അത് വളരെ എന്നെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ എല്ലാവരോടും ദേഷ്യപ്പെട്ട് നടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ നബിന്റെ ഇതൊക്കെ അങ്ങനെ പഠിച്ചു വന്നപ്പോ ആ ഒരു പാത പിൻപറ്റി ചിരിച്ചുകൊണ്ടും ആളുകളുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്ന രീതിയിലേക്ക് മാറ്റി വന്നപ്പോ തന്നെ ഒരുപാട് മാറ്റം വന്നിരുന്നു. ഇതുകൂടി കേട്ടപ്പോ ഒന്നും കൂടി ഒരു ഇത് കിട്ടി. അതുപോലെ ക്ലാസ് ഒക്കെ ഉഷാറായിരുന്നു. ഞാൻ പുറത്താണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മജീബ് സർ. ഇൻഷാല്ലാ ഒരു മാറ്റം, നിങ്ങളിപ്പോ ദേഷ്യപ്പെടുന്ന ആളാണെങ്കിലും ഞാനൊന്ന് ചിരിച്ച് മറ്റുള്ളവരോട് പെരുമാറാൻ തുടങ്ങി എന്ന് പറഞ്ഞ ഒരു ഇന്റൻഷൻ ഉണ്ടല്ലോ, പലർക്കും പറ്റാത്തൊരു കാര്യമായിരിക്കും സംഭവമാണത്. അതായത് നമ്മൾ കേൾക്കും ഇങ്ങനെ വിടും, അത് നമ്മളെ ലൈഫിലേക്ക് ഇങ്ങോട്ടേക്ക് എടുക്കൂല. പക്ഷെ നിങ്ങളത് എടുത്തു, അതിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടി. ഇൻഷാല്ലാ ഏറ്റവും ബെസ്റ്റായി അത് ലൈഫിൽ നമുക്ക് എല്ലാവർക്കും അതിലും എന്താ പറയാ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണത്. എല്ലാ മനുഷ്യരോടും ദേഷ്യമില്ലാതെ വാശിയില്ലാണ്ട് ഏറ്റവും കൈൻഡായി പെരുമാറുക എന്നുള്ള കാര്യം. എന്തായാലും താങ്ക് യു സോ മച്ച് സർ. വേറെ ആരെങ്കിലും സമ്മാസ് സർ എന്തെങ്കിലും ഉണ്ടോ? സർ ഫുൾ ടൈം സെഷനിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഷോപ്പിലായ കാരണം അങ്ങനെ എന്തെങ്കിലും തിരക്കിലാണോ? സഫാന മാം എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? മാം ഡ്യൂട്ടിയിലാണോ? വേറെ ആരെങ്കിലും? സുഹറ മാം, ഫാത്തിമ സുഹറ മാം, ദൗലത്ത് മാം, വിവോ V24, ഹർഷിത മാം എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറുണ്ട് സെഷന്. എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ലാന്ന് തോന്നുന്നില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. നിങ്ങളൊക്കെ അടുത്ത സെഷനിലും ഇനിയും വരിക. നിങ്ങൾ ആ ഒരു ടൈം നിങ്ങളിവിടെ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തല്ലോ, ഏകദേശം 1 മണിക്കൂറിലേറായത്. അത് ഏറ്റവും നല്ല ഗിഫ്റ്റായി അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിക്ക് നിങ്ങളെ ലൈഫിലേക്ക് എത്തും. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏത് കാര്യം നമ്മളെ ലൈഫിൽ നമ്മൾ പ്രവർത്തിക്കാതെ നടക്കൂല എന്നുള്ളതാണ്. നമ്മൾ ആദ്യ ശ്രമത്തിൽ ഏറ്റവും നല്ല രീതിക്ക് ചെയ്യാനൊന്നും, അല്ലെങ്കിൽ നാളെ തൊട്ട് ഞാൻ ഒരു മനുഷ്യനോടും ദേഷ്യം പിടിക്കൂല, എല്ലാവരോടും ഞാൻ ചിരിച്ചേ പെരുമാറുള്ളൂ, എല്ലാവരെയും ഞാൻ പരിഗണിക്കും എന്ന് നമുക്ക് നടക്കൂല. അത് കുറച്ച് മിസ്റ്റേക്ക് പറ്റും. ആദ്യ ദിവസം നമുക്കിപ്പോ ഡെയിലി എല്ലാവരോടും ചൂടാവുന്ന ഒരാളാണെങ്കിൽ, നമുക്ക് 10 പേരോടൊക്കെ ചൂടാവുന്ന വ്യക്തിയാണെങ്കിൽ 9 പേരോട് ചൂടായിക്കൊണ്ട് നമുക്ക് ആ ഒരു വ്യക്തിനെ മാറ്റി അങ്ങനെ പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരാം. ഒരു ദിവസം കൊണ്ട് എൻ്റെ ലൈഫിൽ മാജിക് വരും. ഞാൻ ഏറ്റവും നല്ല ഹസ്ബൻഡ് ആവാൻ, ഏറ്റവും നല്ല മകനാവാൻ ശ്രമിക്കും എന്ന് എന്താ പറയാ, ഒരു ഒപ്റ്റിമിസ്റ്റിക് അല്ല, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിക്കുള്ള തീരുമാനങ്ങൾ എടുക്കാതെ പതിയെ പതിയെ ശ്രമിച്ചു നോക്കുക. തീരുമാനം എടുക്കാൻ ഒരു നല്ല ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യരുത് കേട്ടോ. അതും കൂടി ഓർമ്മപ്പെടുത്താനുള്ളതാണ്. ലൈഫിലേക്ക് ഇപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിപ്പോ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു തീരുമാനം ഇപ്പൊ എടുത്ത് അതിനുള്ള സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോവുക. പെർഫെക്റ്റ് ആവാനും വെയിറ്റ് ചെയ്യണം. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ, നമ്മളൊക്കെ ഇംപെർഫെക്ഷൻസ് ഉള്ള മനുഷ്യരാണ്. അതുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്ന സമയത്തും അതിൽ ഡിപ്പെൻഡ് എന്നൊരു വേർഡ് ഉണ്ട്. നമുക്ക് മറ്റുള്ള മനുഷ്യരെ ആശ്രയിക്കണം. അത് നമ്മൾ പെർഫെക്റ്റ് അല്ല എന്നുള്ളത് നമ്മളെ കൂടെ ബോധ്യപ്പെടുത്തുന്നതാണ്. നമ്മൾ യൂണിവേഴ്സിൽ നമ്മൾ ഇപ്പൊ സൃഷ്ടാവോ അല്ലെങ്കിൽ പഠിച്ചവനൊന്നും അല്ലല്ലോ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. ഏറ്റവും നല്ല രീതിക്ക് നമുക്ക് അതൊക്കെ ലൈഫിൽ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റട്ടെ. ഇൻഷാല്ലാ. താങ്ക് യു സോ മച്ച് എവരിവൺ. അടുത്ത ക്ലാസ്സിൽ വരും കേട്ടോ. അടുത്ത ശനിയാഴ്ചയും ഇതുപോലെ 8:15 ഉണ്ടാവും. ലിങ്കും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ വരും. പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തിയിരാണ് കേട്ടോ. താങ്ക് യു.